സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകും. ഡ്രിങ്കിംഗ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ചേട്ടാ, ചേട്ടന്റെ അടുത്തുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആ സ്ഥലത്തിന് അഗ്രിമെന്റ് ഇട്ടത്. പക്ഷെ ആ നരസിംഹൻ എന്നെ കബളിപ്പിച്ചിട്ട് വേറെ ആർക്കും ആ സ്ഥലം കൊടുത്തു. ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, വീട്ടിന്റെ മുന്നിൽ ഭിക്ഷ ചോദിച്ചവനെ വീട്ടിൽ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തപ്പോ ആ ചെറ്റ കാണിച്ച പണി കണ്ടില്ലേ? അവന് ഫോൺ വിളിച്ചിട്ടുണ്ട്, വരട്ടെ അവൻ. ചേട്ടനൊന്ന് മൂളിയാ, നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് അവനെ കൊന്ന് അതിന്റെ മേലെ കല്ലെറിയിട്ട് അതിലവന്റെ പിറന്ന ദിവസവും മരിച്ച ദിവസവും എഴുതി വെക്കും ഞാൻ. ഒന്ന് സമാധാനിക്കടാ, അവൻ വരട്ടെ, ഞാൻ സംസാരിക്കാം. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂടാ, നിന്നെ ഞാൻ. നിക്കടാ അവിടെ. എന്താടാ നരസിംഹ, മാർക്കറ്റിൽ ഭിക്ഷ എടുത്തോണ്ടിരുന്നവനെ വിളിച്ചോണ്ട് വന്ന് ഈ ഫീൽഡിൽ നിന്നെ വളർത്തിയപ്പോ എന്നോട് വിശ്വാസം കാണിക്കാതെ എന്റെ കൂടെയുള്ള ഇവന്മാരുടെ തൊഴിലും നശിപ്പിക്കാൻ നോക്കാണോടാ നീ? പരമദ്രോഹി. നീ ഇരിക്കേണ്ട സ്ഥലം ഇതാടാ. നിന്റെ കണ്ണ് എപ്പോഴും എന്റെ കാല് മാത്രമേ കാണാവൂടാ. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ നീ ആകാശത്തിലേക്കാണ് നോക്കുന്നതെന്ന് എനിക്കറിഞ്ഞാ നിന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ചെയ്യും. എടാ ദാമോദര, ഈ പട്ടിയെ കണ്ടാണോടാ നിങ്ങളൊക്കെ പേടിച്ചത്? ചേട്ടാ, വെട്ടാവനെ.
ചേട്ടാ 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 വേണ്ട ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. എനിക്ക് പോറതുക്ക് വേറെ വഴി അറിയില്ല അണ്ണാ. എന്നെ വിട്ടേക്ക് അണ്ണാ. ഒന്നും ചെയ്യല്ലേ ചേട്ടാ. അണ്ണാ വേണ്ട. മലയാളം അറിയാത്തവന്റെ വായിന്ന് മലയാളം കേൾക്കുമ്പോ നല്ല സുഖമുണ്ട് കേട്ടോ. നീ വിളിച്ചു, ഞാൻ വന്നു. ചേട്ടാ വന്നതെന്തിനാണെന്ന് മറന്നിട്ട് നിനക്ക് എഴുതി തന്നിട്ട് ചെരുപ്പ് ഊരിയിട്ടിട്ട് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് നോക്കി സൂര്യനെ നമസ്കരിക്കുന്ന തങ്കപ്പെട്ട മനുഷ്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണെന്ന് വിചാരിച്ചോ നീ? അല്ല ചേട്ടാ. എടാ ചേട്ടേ, ഞാൻ എല്ലാവരെയും പിറപ്പിക്കുന്ന രാവണനാ, അതിഭയങ്കരനായ വജ്രമുനി. അണ്ണാ മര്യാദക്ക് കാശൊക്കെ വെക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഒരു കളി കൂടെ കളിക്കേ. സൈലന്റ് ആയിട്ട് കണ്ണു അടച്ചു പോയി കഴിഞ്ഞാ കുട്ടി വളരെ ഹാപ്പി ആവുന്നേ. അനിയ എന്താ ചെവി കേട്ടൂടെ? പറട്ടെ, ഞങ്ങളോടാണോ നിന്റെ കളി? വാടാ പോവാം. നിങ്ങളൊക്കെ ശരിക്കും ആണുങ്ങളാണെങ്കിൽ 2 മിനിറ്റ് കൂടെ ഇവിടെ നിക്കടാ. ഈ കുട്ടി ആരാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരടാ. നിങ്ങൾ എന്നെ തല്ലാറായല്ലേ, ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ലടാ. എടാ, നിനക്ക് ഇത്രയും കിട്ടിയതൊന്നും പോരെ. ആരെ വേണേലും വിളിക്കടാ, ഞാൻ കാണട്ടെ. എന്നെ മൂക്കി കയറ്റു അവൻ. ഡാ ഒട്ടാ, ഞാൻ ഇവിടെ തന്നെ 2 മിനിറ്റ് അല്ല 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എത്ര പേരെ നീ വരുത്തും? 5 പേരോ അല്ല 10 പേരോ അതോ 20 പേരോ? പറ. നല്ലോണം കേട്ടോ, നിന്നെ മാത്രമല്ല വരുന്നവനെയും കൊത്തി മുറിക്കും ഞാൻ. കാണണോ? നിങ്ങളെയൊക്കെ തല്ലാൻ 20 പേര് എന്തിനാടാ? നിങ്ങൾ പറഞ്ഞ 20 പേരെയും തല്ലാൻ എന്റെ ചങ്ക് ഒരുത്തം മതിയടാ. 1 ടേ. തടിമാടന്മാരെ, 6 അടിയുള്ള കാലൻ പോത്തി വന്ന് കണ്ടിട്ടുണ്ടാവും. അതേ 6 അടി കാലൻ ബുള്ളറ്റിൽ വന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടടാ? കണ്ടിട്ടുണ്ടോന്ന്? ഒണ്ടിയാണത്ര ഒണ്ടി. ഒണ്ടിന്ന് വെച്ചാ ഒറ്റയൊരുത്തൻ എന്നെ പുളുത്താനാ. സൂര്യൻ ഒറ്റയ്ക്കാന്നും പറഞ്ഞ് അത് തൊട്ട കരിഞ്ഞു പോവും. ഭൂമിയും ഒറ്റയ്ക്ക് തന്നെയാ, തൊട്ട പാതാളത്തിലേക്ക് പോവും. എന്റെ ചങ്കും ഒറ്റയ്ക്കാടാ വരുന്നേ. തൊട്ട അപ്പ തന്നെ തൊട്ടവനൊക്കെ പൊട്ടിത്തെറിക്കൂടാ. ഒണ്ടിന്ന് പറയുന്നവൻ നീയാണോ? ഡാ മോനെ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? ഞാൻ ആരുടെ ആളാണെന്നെങ്കിലും അറിയോ? ഞാൻ ഏത് ഏരിയക്കാരനാണെന്നെങ്കിലും അറിയോ നിനക്ക്? ഞാൻ വന്നു കഴിഞ്ഞാ പിന്നെ മറ്റാരെ കുറിച്ചും ഒന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക്. കാണാൻ 6 അടി ഉണ്ടെന്ന് വെച്ച് തിയേറ്ററിന് മുമ്പിൽ 60 അടി കട്ടൗട്ടും വെച്ച് പാലഭിഷേകം ചെയ്യണോടാ? തിയേറ്ററിന്റെ മുന്നിൽ 60 അടി കട്ടൗട്ടറൊന്നും ആവശ്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ അളവെങ്കിലും ഉണ്ടായാൽ മാത്രം മതി.
നീ വേദനിപ്പിച്ചത് എൻ്റെ ഫ്രണ്ടിനെ മാത്രമല്ല, എൻ്റെ ഹൃദയത്തെയും കൂടിയാ. ചങ്കൂറ്റുള്ളവരിങ്ങോട്ട് വാടാ. ഞാൻ അടിക്കുന്ന ഓരോ അടിയിലും ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഹൗസ്ഫുൾ ബോർഡ് വെക്കണം. ബോർഡൊക്കെ വെക്കോടാ, പക്ഷെ തിയേറ്ററിന് മുൻപിലല്ല, ചത്താ കുഴിച്ചിടുന്ന ശ്മശാനത്തില്. കുട്ടി, വാടാ പോകാം. ചേട്ടാ, നിങ്ങൾക്ക് മെന്റലാണോ ചേട്ടാ? അവന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനും, എന്നാ തല്ല് വാങ്ങിച്ചതൊക്കെ അവന്മാരും. എന്നെ മാത്രം എന്തിനാ ചേട്ടാ ഇങ്ങനെ തല്ലാതെ പോകുന്നേ? തടിയ, നിന്റെ പിന്നില് ബോർഡിൽ കുത്തി കയറിയിട്ട് 1/2 മണിക്കൂറായി. എന്നാ പോട്ടെ. ആദ്യം പോയി ടൈലറെ കാണിക്കും. എന്തൊക്കെ അറിയാം. വയലന്റ് ആയിട്ട് വന്നിട്ട് സൈലന്റ് ആയിട്ട് തീർത്തിട്ട് പോയി കളഞ്ഞല്ലോ. देखो साला ആകാശ കണ്ണി സൂര്യ, അഗ്നിത്തിരി കത്തിയ ശൂര മുന്നിൽ വരവായി, വേഗത്തിയ വേഗക്കാറ്റായി ഇവൻ മുന്നേ എല്ലാം സീറോ, ഭൂമിയിലെ പ്രാണപുകയായി തോക്കിൻ കുഴലായി, നിഴൽ പോലും കണലാകും, വിരത്തൊട്ടാൽ വിറയും കാടും, 6 അടി ഹൈറ്റും മിന്നൽ ഫൈറ്റും, യമകരകിങ്കിരി രീതിയകറ്റും. പാതകത്തിൻ ചിറകരിയും പാതയോരം പകലാകും, സൗരകോടി ചുരുൾ ഉയരും, ഏകകർമ്മമരം ചാരേ നാടി ഈ നരമ്പുകൾ പോലെ കൂട്ടിക്കും, ഈ ചുവടുകൾ പോലെ നീട്ടും, കടലുടവാൾ പോലെ നീലശേഷമായി നീ
ആരടി ഹൈറ്റും മിന്നൽ ഫൈറ്റും യമകര കിങ്കിരി ദീതിയകറ്റും ചുട്ടാ ചുട്ടാ ചുട്ടിയടിച്ച് തലക്കടിച്ച് കൊന്നിടാം ആരാണ് താൻ നോക്കിയെന്നാ തൂക്കിയടിച്ച് ടോട്ടലായി കാല് വെച്ച് നിൻ സ്വന്തം ഉയരെടുക്കും ഹര പളപ്പളപ്പായി മൂർച്ച വയ്ക്കും മിന്നൽ കൊടുവാൾ ചുട്ടാ ചുട്ടാ ചുട്ടിയടിച്ച് തലക്കടിച്ച് കൊന്നിടാം ആരാണ് താൻ നോക്കിയെന്നാ തൂക്കിയടിച്ച് ടോട്ടലായി കാല് വെച്ച് നിൻ സ്വന്തം ഉയരെടുക്കും ഹര പളപ്പളപ്പായി മൂർച്ച വയ്ക്കും മിന്നൽ കൊടുവാൾ കണ്ണിനുള്ളിൽ നരിയമരും ഊഴിമാറും ആയുധമായി മാറ്റുകിന്ന വിധി കവിതൈ വാക്കിൽ വന്നത് ശാസനമേ തൊടുക്കും ആ സൂര്യനിതാനെ തുളുമ്പും നീ തീക്കണമാണ് നെഞ്ചിൽ നീ ധീരനിതാനെ മുന്നിൽ നീ സിംഹസമാനം ആരടി ഹൈറ്റും മിന്നൽ ഫൈറ്റും യമകര കിങ്കിരി ദീതിയകറ്റും ആയാരെ ദേക്കോ സാല ആകാശ കണ്ണിൻ സൂര്യ അഗ്നിതിരി കത്തിയ ശൂര മുന്നിൽ വരവായി വേഗെട്ടിയ വേഗ കാറ്റായി ഇവൻ മുന്നേ എല്ലാം സീറോ പൂകിലെ പ്രാണപുകയായി തോക്കിൻ കുഴലായി നിഴൽ പോലും കടലാകും വിരത്തൊട്ടാൽ വിറയും കാടും ആരടി ഹൈറ്റും മിന്നൽ ഫൈറ്റും യമകര കിങ്കിരി ദീതിയകറ്റും എടാ തെണ്ടി, നിനക്കൊട്ടും നാണമില്ലേടാ? നിനക്ക് തോന്നിയാ കേറി വരും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ഇതെന്താ വീടാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വല്ല സത്രമാണെന്ന് വിചാരിച്ചോ? ഏത് നേരം ആ കുട്ടിയുമായിട്ടാ കറക്കം. നിനക്ക് നാണോ മാനോ അഭിമാനോ ഒന്നും അമർ, നിന്നെ ഉപദേശിക്കാൻ ഞാൻ വലിയ ആളൊന്നുമല്ല. എന്നാലും ഒരു കാര്യം പറഞ്ഞോട്ടെ. പെട്ടെന്ന് പറഞ്ഞു തീർത്തോണം. വെറുതെ സീരിയൽ പോലെ വലിച്ചു നീട്ടരുത്. ആ, അത് വേറൊന്നുമല്ലടാ. നിനക്കിനി വല്ല ബിസിനസ്സും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് തന്നെ ആയാലും ശരി, ഞാൻ കാശ് തരാം. എന്നിട്ട് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിനക്കും 4 കാശുണ്ടാക്കാലോ. ഒരുമിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങിയ വേഗത്തിലൊരു സ്വന്തം വീട് പണിതൂടെ? എത്ര കാലമായി ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കുക? അമ്മയെ നല്ലോണം നോക്കാം, നമുക്കും സമാധാനം ഉണ്ടാവും. ആണോ? സമാധാനം ഉണ്ടാവാൻ വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അതെ. ഇപ്പൊ സമാധാനത്തിന് കുറവൊന്നുമില്ലല്ലോ. പണം അന്വേഷിച്ചു പോയാ സന്തോഷം കിട്ടില്ല, സന്തോഷം അന്വേഷിച്ചു പോയാ പണവും കിട്ടില്ല. എനിക്ക് പണത്തേക്കാൾ സന്തോഷമാണ് വലുത്. ഐ ആം ഹാപ്പി. കണ്ടോ അവന്റെ സംസാരം കണ്ടോ? അമ്മേ പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കേ. നീ പറ അമർ, ഇനി എന്താ നിന്റെ തീരുമാനം? എനിക്ക് നിങ്ങളെ പോലെ രാവിലെ പൊതിച്ചോറും കൊണ്ട് ദിവസവും പണിക്ക് പോയി പ്രായം എങ്ങനെ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഒരു സെപ്പറേറ്റ് റൂട്ടിലാണ്. ഇങ്ങോട്ട് നോക്കമർ, കള്ളും കുടിച്ചു വന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എനിക്കൊട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. ഉപദേശം തുടങ്ങി. ഒരു കാര്യം നീ മറക്കരുത്, നമ്മുടെ കയ്യിൽ സ്വന്തം വീടോ സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇനി എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലായിരിക്കാം. ശങ്കറിൻ്റെ അടുത്ത് കാശില്ലെങ്കിലും മാനമര്യാദയോടെ ജീവിക്കുന്നു എന്നുള്ള പേര് വാങ്ങിച്ചിട്ടുണ്ട്. ആ പേരിന് കളങ്കുണ്ടാക്കുന്നത് പോലെ ഒന്നും ചെയ്തേക്കല്ലേടാ. നിങ്ങൾ കണ്ടോ ചേട്ടാ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് എന്നെ ഇഷ്ടമുള്ളവരും എനിക്കിഷ്ടമില്ലാത്തവരും എന്നെ പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കും. കൈയടിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ.
സാറ് നിന്നെ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഒന്ന് വാടോ. ലൊക്കേഷൻ ഷിഫ്റ്റ്. കണ്ടില്ലേടാ ഇവന്റെ അളുമ്പ്. സാറിന്റെ ചാറി കയറി ഇരുന്നതും പോരാത്ത കാലുമേൽ കാലിട്ട് അവന്റെ ഒരു ഉറക്കം. എടാ ഗോപലതാരെ, ഇവന്റെ കേസ് എന്തരടേ? പതിവ് പോലെയാണ് സാറേ. കഴിഞ്ഞ ആഴ്ച ബാറിൽ പ്രശ്നം, ഇന്നിപ്പോ ക്ലബില്. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നു തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ടേബിളും മാറ്റിക്കഴിഞ്ഞ്, ആ ചെയറും മാറ്റിക്കഴിഞ്ഞ്, എന്തിനാ ഫാന് പോലും മാറ്റിക്കഴിഞ്ഞ്, കൂടുതൽ എന്തിനീ പറയണേ, എന്റെ ഭാര്യയെ പോലും ഞാൻ മാറ്റിക്കഴിഞ്ഞ്. പക്ഷെ ഇതുവരെ ഇവരെ മാത്രം മാറ്റാൻ ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഡോ, ഇവന്റെ മുഖത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചു ഉണർത്തി വിടണോ. ഗുഡ് മോർണിംഗ്. ഓ പിന്നെ ഒരു കോഫി. ഓ, സാറിന് കാഫി മാത്രം മതിയോ? വേറെ എന്തെങ്കിലും? ബണ്ണോ, ബ്രെഡോ, ബിസ്ക്കറ്റോ? പിന്നെ നിനക്ക് കുളിക്കാൻ ഒരു സോപ്പ്? ഇത് സ്റ്റേഷൻ എന്ന് കരുതിയോ അല്ലെങ്കിൽ വല്ല ലോഡ്ജ് എന്ന് കരുതിയോടാ? എടാ റോക്ക് ചെറ്റ പയലേ, അല്ല നിന്റെ മനസ്സിൽ ഒരു ചട്ടമ്പീന്നുള്ള ധാരണയായിരിക്കും. ലാത്തി അടിച്ച് കയറ്റി കളയും കേട്ടാ. അയ്യോ സാറ് സത്യമായിട്ടൊന്ന് വിശ്വസിക്കുക, ഞാനിത് സ്റ്റേഷനാണെന്നാ കരുതിയിരിക്കുന്നേ. ഓഹോ, പിന്നെ എന്തൊരുണ്ടാക്കാനാണ്? കാലുമേല് കാലും ഇട്ട് ഉറങ്ങിക്കിടന്നേ. അതിങ്ങനെ സാറ് പോലീസിന്റെ ബുദ്ധിയിൽ നോക്കുന്നോണ്ടാ. ആരെങ്കിലും VIP ആയിരിക്കും. എടുത്ത് സംസാരിക്ക്. കുട്ടിയാ സാറേ. ഓ, ആ ഊരി ചുറ്റി തെണ്ടിയാ. എവിടെയെങ്കിലും ബാറിൽ വെള്ളം അടിച്ചിട്ട് കാശ് കൊടുക്കാൻ വഴിയില്ലാതെ കണ്ണും പിതിക്ക് നിൽക്കുകയായിരിക്കും. ആ സ്പീക്കറിലിട്, അവൻ എന്താ പറയണെന്നൊന്ന് കേക്കാം. പറയടാ കുട്ടി. അളിയാ നീ എവിടെയാ? അത് നമ്മുടെ കൃഷ്ണൻ ജനിച്ച സ്ഥലമല്ലേ? ഓ, ചായയോ കാപ്പിയോ വല്ലതും കിട്ടുണ്ടോ? അതല്ല, പിശിക്കൻ എസ് അവിടെ തന്നെ ഉണ്ടോ? മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടില് ഭാര്യ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്നില്ല. ഇവനൊക്കെ എവിടുന്ന് സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാ? അളിയാ, വരുമ്പോ അവന്റെ തലയിലേ 4 നെല്ലിട്ടിട്ട് വാ. അടുത്ത പ്രാവശ്യം നമുക്ക് കൊയ്തെടുക്കാം. അവൻ എവിടെയാണെന്ന് ചോദിരടാ. എടാ നീ ഇപ്പൊ എവിടെയാ? സിംഗപ്പൂരിൽ പോയിട്ട് സാൻഡ്വിച്ച് മസാജ് ചെയ്യാന്ന് കരുതിയതാ. പക്ഷെ പാസ്പോർട്ട് പ്രോബ്ലം. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഷക്കീല സലൂണിൽ ഷേവിംഗ് ചെയ്യുന്നു. അല്ലാളിയ എന്താ കാര്യം? എടാ ദ്രോഹി, എന്തിനാ സാറേ അങ്ങനെ നോക്കുന്നത്? രാവിലെ തൊട്ട് മോശം പോയില്ലേ? നിന്നെ ഏതൊക്കെ ആംഗിളിൽ ലാത്തി കൊണ്ട് അടിച്ചാ നിന്റെ മോശം നിക്കുന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കടാ നായിന്റെ മോനെ. ലറ്റി കൂടുതൽ കയ്യിലെടുക്കുന്നത് ലറ്റിക്കും നല്ലതല്ല, നിങ്ങളുടെ കയ്യിലും നല്ലതല്ല. ഞാൻ നിനക്ക് ഒരിക്കൽ ഈ ട്രീറ്റ്മെന്റ് തന്നാ മതി, പിന്നെ ഒരു കിളവി പോലും തിരിഞ്ഞു നോക്കൂല. എന്തൊക്കെയാണ് നീ സംസാരിച്ചു കൂട്ടിയെ? അത് ശരി, നിന്റെ രാശി എന്തേടേ? തുലാം. തുലാരാശിക്ക് ഇന്ന് എന്താണ് ഫലമെന്ന് നിനക്ക് അറിയണോടെ? സണ്ണി ലിയോന്റെ ഒപ്പം ജോളിയായിട്ട് ചുറ്റി കറങ്ങുന്നത്. ഓഹോ, ചിരിച്ച് കറങ്ങുന്ന ഒന്നും ഇല്ല മോനെ. ഞാൻ നിനക്ക് തരുന്ന ട്രീറ്റ്മെന്റിൽ നീ കഥകളി കളിക്കുമല്ലോ. അത് പിന്നെ അത് സാർ 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 എന്നെ വിട്ടേക്ക് സാർ. സാറേ വേണ്ട സാറേ, സാറേ വേണ്ട സാറേ, ഞാനൊരു പാവാ സാറേ. സാറേ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ സാറേ. അയ്യോ എന്നെ തല്ലല്ലേ സാറേ. അയ്യോ വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക് സാറേ, വേണ്ട. അയ്യോ എന്റെ ബാക്ക്. എന്താടോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? ചത്തായിട്ട് പോയാടേ? എൻജോയ് ചെയ്യാൻ ഇതെന്താ മസാജ് സെന്റർ ആണാ? യവന്റെ 2 കാലും വിരിച്ചു വെച്ചു ഇട്ടുകൊടുക്കടാ മുളകൊടി. ഗുഡ് മോർണിംഗ് സാർ. അല്ല യുഗേന്ദ്ര, എന്താ സാറേ? ഇങ്ങോട്ട് വന്നേ. ആരാ ഇവരൊക്കെ? സാർ ഇവന്മാര് 3 പേര് ചെയിൻ മോഷണക്കാരാണ് സാർ. ഇവിടെ വന്നിരുന്നത് തൊട്ട് വാ തുറന്നിട്ടില്ല സാറേ. സാറ് നന്നായിട്ടൊന്ന് ഗവനിക്കുകയാണെങ്കിൽ ചെയിൻ കൊണ്ടുവന്ന് ടേബിളിൽ ഇട്ട് തരൂ സാറേ. അവനാരാ? സാർ അവന്റെ പേര് ഒണ്ടിയാണ് സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് തരുന്നില്ല സാർ. ശങ്കർ, ലെവന്റെ അനിയനാ സാറേ. കാണാൻ അമിതാഭ് ബച്ചനെ പോലെ നല്ല നീളമുണ്ട്, പക്ഷെ ചെയ്യുന്നതൊക്കെ KP ഉമറിന്റെ പണിയാണല്ലടാ. ONT പേര് നന്നായിട്ടുണ്ട്. വെച്ചതാണോ സ്വയം വെച്ചതാണോ? വെച്ചതാ. ഇവിടുത്തെ സാറന്മാര് പേരിനൊരു പുതുമയൊക്കെയുണ്ടല്ലോ, പിന്നെ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു. പേര് മെയിൻറ്റെയിൻ ചെയ്തു. അതല്ലാതെ എല്ലാവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏരിയയിൽ സീൻ ക്രിയേറ്റ് ചെയ്താലുണ്ടല്ലോ, ഒറ്റയടിക്ക് അങ്ങ് മേലേക്ക് അയക്കും ഞാൻ. അയ്യോ, ഇതുപോലെ വാർണിംഗ് തരുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസ്പെക്ടർ പ്രതാപ് ശങ്കർ. സർ അവൻ എന്റെ... അതെനിക്കറിയാം.
നിനക്ക് ഇങ്ങനെ ഒരു അനിയനുണ്ടെന്ന് എന്താ എന്നോട് പറയാതിരുന്നേ? ചേട്ടനാണെങ്കിൽ രാമനും അനിയൻ രാവണനും. നിന്റെ ചോരത്തിളപ്പിന്റെ അഹങ്കാരം അത് നീ എന്നോട് കാണിച്ചാലുണ്ടല്ലോടാ, പേരുണ്ടാകും, ശരീരത്തിൽ ജീവനുണ്ടാവില്ല. അത് ഞാൻ ഇങ്ങെടുക്കും. നിന്റെ അനിയനായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇവനെ വിട്ടേക്കാം. വീണ്ടും ഇവന് ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ സ്റ്റേഷനിൽ നിന്ന് നിന്റെ ഗാരേജിലേക്ക് ജീപ്പും വരില്ല. എന്റെ സ്റ്റേഷനിൽ നിന്ന് നിന്റെ അനിയനും ജീവനോടെ വരില്ല. ഇവനെ പറഞ്ഞു വിട്ടേക്ക്. എടാ സുധാകരാ, നിന്റെ അവസ്ഥ എന്താടാ ഇത് ഇങ്ങനെ ആയിപ്പോയത്? ആ ലട്ടി വെച്ചിട്ട് നിന്റെ ഈ ബ്യൂട്ടിഫുൾ ആയ പിക്ചർ ഇങ്ങനെ ലട്ടി പിക്ചറാക്കി മാറ്റിയാലോടാ എന്റെ ദൈവമേ. മൈ മദർ, മൈ സിസ്റ്റർ, എന്റെ അമ്മോ. സംസാരം നിർത്തിട്ട് ആദ്യം സാധനം ഒഴുക്കി. അയ്യോ, വേദന സഹിക്കാൻ പറ്റുന്നില്ല അളിയാ. അളിയാ, ഈ മദ്യപാനത്തിനെ കാട്ടിലും പെണ്ണുങ്ങളുടെ ഒപ്പം ഇടപഴകുന്നത് ഏറ്റവും ഡേഞ്ചറാ. എന്റെ ലൈന് സരോജയില്ലേ, അവള് പെട്ടെന്ന് അങ്ങ് ടെൻഷനായി കളയും. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ഉമ്മ മതി, പട്ടിയെ പോലെ വാലിളക്കി കൂടെ ഇരുന്നോളും. ഉണ്ടായിട്ട് എന്താ കാര്യം? അവളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ പ്രയാസമാടാ എന്റെ അമ്മ. ചില നേരത്തെ സമയദോഷം ഉണ്ടാകുന്ന കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം സത്യമാണ്. അതെ അളിയാ, അതെന്തിനാ നീ ഇപ്പൊ ചോദിക്കുന്നേ? എന്തായാലും നിന്റെ സമയദോഷം തുടങ്ങിയെന്ന് തിരിഞ്ഞു നോക്ക്. ഓഹോ, ഞാനെന്താ വാലാട്ടുന്ന പട്ടിയാണോ? നിന്റെ പിന്നാലെ എന്താ പട്ടിയെ പോലെ വരുന്നെന്നാണോ? സരോ, നിനക്ക് ദേഷ്യം എന്നോടാ, അത് നീ എന്തിനാ അവനോട് കാണിക്കുന്നേ? അത് ശരിയാ. എന്താ ഏട്ടാ ഇത്? രാവിലെ മുതൽ ഞാൻ നിന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. നിന്നെ രക്ഷാബന്ധന രാഖി കെട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. നീയാണെങ്കിൽ എന്റെ ഫോണും എടുക്കുന്നില്ല. എത്ര തവണ ഞാൻ നിനക്ക് ട്രൈ ചെയ്തെന്നറിയോ? അതിനെന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? രാഗിയുടെ കാര്യല്ലേ, ഇതാ വന്ന് കെട്ട്. അയ്യോ, മഞ്ഞു മഴക്കാട്ടിൽ കുഞ്ഞു മുളം കൂട്ടിൽ. എന്റെ പെങ്ങളെ നല്ലതുപോലെ നോക്കിക്കോണം. എന്തെങ്കിലും കുറവുണ്ടായാലുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ എന്റെ ഫ്രണ്ട് ഓണ്ടീന്റെ അടുത്ത് പോവും. അവനിങ്ങ് വന്നാ മതി. നിന്റെ അനിയത്തിന്റെ കഥയും പോക്ക്, നിന്റെ കഥയും പോക്കാ. എന്റെ ഏട്ടനോട് സ്ത്രീധനം ചോദിക്കാനെങ്ങാനുമാണ് ഉദ്ദേശമെങ്കിൽ മുറിക്കകത്ത് കഥ കടച്ചിട്ട് കൊന്നുകളഞ്ഞു. കഥ കടക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നിനക്കെന്തിനാ? കല്യാണത്തിന് ശേഷം ഞാൻ അടച്ചോളാം. ഞാനും വന്നപ്പോ തൊട്ട് നോക്കുക, മാനത്ത് നോക്കി ഇരുന്നിട്ട് അതിൽ ഏണിയിട്ടിട്ട് മേലെ കയറാനാണോ ആലോചിക്കുന്നേ? എന്തു പറ്റിയ അളിയാ? കുട്ടി നമ്മൾ ജീവിതത്തിൽ എത്രയേറെ പേരെ കണ്ടിട്ടുണ്ടാവും. ചിലരൊക്കെ നമ്മെ മറന്നിട്ടുണ്ടാവും. പക്ഷെ ചിലരെയൊക്കെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് ഒരുങ്ങുന്നുണ്ട്. ചില കാര്യങ്ങള് ആരോടും പറയാതെ നമ്മൾ ഈ ലോകത്തുനിന്ന് തന്നെ പോകും. ശരിയല്ലേ? അയ്യോ, നീ ഇപ്പൊ തെളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നെ ഇവിടെ തന്നെ വിട്ടിട്ട് പോകും. നീ ആരെയാ കണ്ടേ? എന്താ ആലോചിക്കുന്നത്? ദയവ് ഇതൊന്ന് തെളിച്ച് പറ. എനിക്ക് മനസ്സിലായി. ആരാട്ടാ പെണ്ണ്? അയ്യോ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വേഗം ആരാന്ന് പറ. എന്തു പറ്റി? ടെൻഷനാ മോളെ. ഡാ ആരാടാ അവള്? പറയടാ. അറ്റ്ലീസ്റ്റ് അവളെ എവിടെയാ കണ്ടെന്നെങ്കിലും ഒന്ന് പറ. यारो 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 ഇവളാരോ ഭൂമിയിൽ കാണുമോ ഇരുപോൽ സത്യവും സ്വപ്നവും നീയേ പ്രണയവും ഹൃദയവും നീയേ നുയിരിൽ വീണോളേ യാരോ 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 Idiot. സൂപ്പറാ വണ്ടി. കൊറേ പേർക്ക് ഈ പ്രേമേ
കണ്ണി തുടങ്ങി ഈ കവളത്ത് വെച്ച് തീരും. പക്ഷെ നിന്റെ പ്രേമം കവളത്ത് തുടങ്ങി കവളത്ത് തന്നെ വെച്ച് തീർന്നല്ലോടാ. അനിയത്തിയായി ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികള് അട്രാക്ഷനും ലവിനും ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാവാതെ കാണുന്ന പെൺകുട്ടികളെയൊക്കെ പ്രേമിച്ച് നടക്കുക. അങ്ങനെ കണ്ട ഒരു പെണ്ണിനെ വിചാരിച്ച് നീ ഫീൽ ചെയ്യണ്ട. സരോ, ആദ്യമായി ഞാൻ അവളെ കണ്ടപ്പോ എന്റെ മനസ്സിനുള്ളില് AR റഹ്മാന്റെ പ്രണയഗാനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ എന്തോ ഒരു ഫീലിംഗ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കിയപ്പോ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു വരുമ്പോ എന്താന്ന് വെച്ചാല് ദീപാവലി, റംസാൻ, ക്രിസ്മസ് അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് വന്നതുപോലെ ഉണ്ടായിരുന്നു. ഇതിനെയാണോ അട്രാക്ഷൻ എന്ന് പറയുന്നത്? അതോ ഇതാണടാ ലവ്. എടാ വണ്ടി, 3 അടിയുള്ള എനിക്ക് തന്നെ ഇവളെ കിട്ടിയെങ്കിലേ 6 അടിയുള്ള നിനക്ക് ആ പെണ്ണിനെ കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. അല്ലെങ്കിൽ ചുഴലിക്കാറ്റായി മാറി അവളെ ചുറ്റി ചുറ്റി അടിക്കടാ. പ്ലീസ് പാറു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പാറു. നീ ഒന്ന് മനസ്സിലാക്ക്. എടാ മണ്ട, നിന്റെ തലയ്ക്ക് വല്ല ഓളുണ്ടോ? പാറു എന്നെ ഒന്ന് നോക്ക് പാറു. എനിക്കെന്താ ഗ്ലാമർ ഇല്ല പാറു. അവിടെ നിക്കടി. എന്താടി, കൊറേ ദിവസമായി ഞാനും നോക്കുന്നു. നിന്നോട് ഞാൻ ഇഷ്ടമാണെന്നല്ലടി പറഞ്ഞത്. അതിനാണോ ഇത്രയും ജാടാ? ഞാനും പിന്നെ നീ എന്റെ ക്ലാസ്മേറ്റ് അല്ലെന്ന് വിചാരിച്ചാ വെറുതെ വിട്ടത്. എന്നോട് എന്നെ കളിക്കണോ നീ? ഈ മോന്ത വെച്ചിട്ടല്ലേടി നീ എന്നോട് ജാട കാണിക്കുന്നത്. അതങ്ങ് നശിപ്പിച്ച നീ എന്താടി ചെയ്യാ? ഞാൻ ആരാണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ പ്രേമത്തിലെ സാക്ഷാൽ ശ്രീകൃഷ്ണനാകാനും അറിയാം. വേണമെങ്കിലേ താൻ ഈ രാവണനാകാനും അറിയാം. ഓടക്കൊള്ളെന്നും പറഞ്ഞ് മിരട്ടിക്കൊണ്ടിരിക്കാൻ നീ എന്റെ ആളെയാണോ നീ റാഗയുന്നേ? അതിനുള്ള ധൈര്യം ഉണ്ട് നിനക്ക്? ചെയ്യടാ. അതും എന്റെ ആളുടെ. ഇനി മുതൽ നീ മാത്രമല്ല, ഈ കോളേജിൽ ആരെങ്കിലും അവളുടെ അടുത്ത് വന്ന് പ്രേമിക്കുന്നു എന്നെങ്ങാനും പറഞ്ഞ പിന്നെ ബാക്കില്ല. ഹലോ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? കൊറേ നേരം ഞാൻ നോക്കുന്നു. എന്റെ ആളെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്റെ ആളെന്നല്ലാതെ വേറെ ആരെങ്കിലും പോയി എനിക്ക് അങ്ങനെ പറയാൻ പറ്റും? ഇവൻ അവനെ പോലെ ഒരു വായി നോക്കിയാണെന്ന് തോന്നുന്നു. എന്താ അളിയാ, കളിക്കുന്ന സ്പീഡ് കണ്ട രാവിലെ പോയ എക്സാമിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും തോന്നുന്നു. എക്സാം പോലെ ഇതിന് ശേഷമാടാ. ഈ യോൺടി പറഞ്ഞത് നടന്നില്ലെങ്കിൽ, തപ്പിത്തടവി ഫെയിലായി കഴിഞ്ഞാല് എപ്പോഴും നമ്മൾ കാണാറില്ലേ കയ്യിൽ 90യും വായിൽ നല്ല ടച്ചിങ്സും. അളിയ, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാ. നീ വല്ല ഫിലോസഫർ ആണോ അതോ? ശരിക്കും അവനൊരു ലോഫറാ. പാവം, കറക്റ്റ് സമയത്തിന് അവിടെ എത്തി എന്നെ സഹായിച്ചല്ലോ എന്ന് കരുതി ഒരു താങ്ക്സ് പറയാൻ പോയപ്പോ കിട്ടിയ ചാൻസിന്റെ ഇടയ്ക്ക് അവൻ എന്നെ കയറി പ്രപ്പോസ് ചെയ്തു. നോക്കാം, എന്റെ കയ്യിൽ എന്തായാലും കിട്ടുമല്ലോ അവൻ. അപ്പൊ നല്ലോണം കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ പോട്ടെ വിട്, ചുമ്മാ അതന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. വഴിയെ പോകുമ്പോ നായ കുരയ്ക്കണത് സാധാരണ കാര്യ. അതിനെ തിരിച്ച് കല്ലെടുത്തെറിഞ്ഞാ അത് നമ്മുടെ കാലിലൊക്കെ അടിക്കും. ഫ്രീ ആയിട്ട് വിട്. ഇവനെന്താ നിങ്ങനെ കത്തിവെക്കുന്നത്? കുട്ടി, ജീവിതത്തിൽ സർപ്രൈസ് ആയ പലതും നമ്മൾ മറന്നേക്കാം. പക്ഷെ ഫസ്റ്റ് പ്രപ്പോസ് ഒരിക്കലും മറക്കില്ല. സിഗരറ്റ് പാക്കറ്റിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചാലും നമ്മളെല്ലാവരും സിഗരറ്റ് വലിക്കാറില്ലേ? മദ്യക്കുപ്പിയിൽ ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് എന്ന് എഴുതി വെച്ചാലും നമ്മൾ കുടിക്കും. അതുപോലെ തന്നെ ഈ പ്രണയം അങ്ങനെയാ. നിനക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊന്നും എന്റെ മണ്ടയിൽ ഒട്ടും കേറുന്നില്ല. നീ ഒരാൾക്ക് മാത്രമേ അവിടെ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവൂ. ഓ, ഇവര് രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? ഹേ പാറു, വാ ഇൻട്രോഡ്യൂസ് ചെയ്തരാം. റെഡ് ഇടണം നോക്കിയാ റെഡ് നമുക്ക് സെറ്റ് ആവില്ല. ഓ, എന്തൊരു അത്ഭുതം, രണ്ടുപേരും ഒരുമിച്ചിരുന്നാണല്ലോ ഇവിടെ കളി. കറങ്ങാൻ എവിടെയും പോയില്ലേ? ഏയ് പാറു, ഞാൻ പറഞ്ഞില്ലേ എന്റെ ബോയ് ഫ്രണ്ട് 3 അടി നീളമുള്ള അത് ഇവനാ. നൈസ് ഇൻട്രൊഡക്ഷൻ. ഹലോ, ഇതാണ് എന്റെ ഏട്ടൻ, പേര് ഒണ്ടി. ഹായ് സരു, വാ നമുക്ക് പോവാം. സരു, ആദ്യമായിട്ടല്ലേ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ചായ വേണമെന്ന് ചോദിക്കേ. 2x4 ചായ ചോട്ടു. അല്ലേട്ടാ, നിന്റെ ലവ് മാറ്റർ ഒക്കെ എന്തായി? അവളെ പിന്നെ കണ്ടോ? സംസാരിച്ചോ? ഓ, കാണുകയും ചെയ്തു,
കണ്ണുകൾ തമ്മിൽ സംസാരിച്ച് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. എന്ത് വേണമെങ്കിലും പറഞ്ഞു സരു. അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. ഹലോ റോഡ് കിങ്, പെണ്ണുങ്ങൾ അത്ര തരം താഴ്ത്തിയൊന്നും കാണണ്ട. ഒരു പേരും അറിയാത്ത ഏതോ ഒരുത്തം വന്ന് പ്രപ്പോസ് ചെയ്താൽ ഞങ്ങൾ അങ്ങ് സമ്മതിക്കണമെന്നാ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതിരുന്നതേ എന്തോ ഭാഗ്യം കൊണ്ടാ, അതോർത്തോ? ഇതാ ഞങ്ങള് പെണ്ണുങ്ങളുടെ സ്വഭാവം. നിങ്ങൾ പെണ്ണുങ്ങളുടെ ഗുണം എനിക്കറിഞ്ഞൂടെ? 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് നടന്നാല് ഒരു പെണ്ണ് മറ്റൊരു പെണ്ണോട് പറയും, ദാ നിന്റെ ചേട്ടൻ പോകുന്നു, കാണാൻ സുന്ദരനാണ്, ഹീസ് ലുക്കിംഗ് വെരി ഹോട്ട് എന്ന് പറയും. അതല്ലേ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഗുണം. അതുപോലെ 4 ആമ്പിളർ ഒരുമിച്ച് നടന്നാല് അതാ പോകുന്നു നിന്റെ പെങ്ങളെന്നും അവള് കാണാൻ സുന്ദരിയാണെന്നും ഒരുത്തിനും പറയില്ല. അത് ഞങ്ങൾ ആമ്പിള്ളേരുടെ ഗുണ. വാ സൂപ്പർ ആളിയാ. വാടി പോവാം. ഏയ് പാറു, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ശരിയേട്ടാ, ഞാൻ പിന്നെ വന്ന് കാണാം. ബൈ കുട്ടി. സരോ ക്ലാസ് കട്ടിയിലേക്ക്. ഏയ് എന്ത് പറ്റിയടി? ഏട്ടൻ ആരെയെ കുറിച്ച് പറഞ്ഞെന്ന് നീ എന്തിനാടി ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നിന്റെ ഈ സ്വഭാവം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹേ, ഇത്രയും നേരം നിന്റെ ഏട്ടനെ ബസ് സ്റ്റോപ്പ് പെണ്ണ് ലവ് പ്രപ്പോസ് എന്നൊക്കെ പറഞ്ഞില്ലേ? അത് വേറെ ആരുമല്ല മോളെ, ദേ ഈ ഞാനാ. എന്താ? നിന്നെ സ്നേഹിക്കുന്നത് എന്റെ ഏട്ടനാണോ? അവൻ വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്തെന്നോ? അവനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? അതൊന്നും സാരല്ല, നീ വിട്. എന്ത് സാരല്ല, നീ വെറുതെ വിട്. പക്ഷെ എനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. എന്റെ ഫ്രണ്ടിനെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? ഞാനിപ്പോ വരാം. എണീക്കടാ. എന്റെ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നേ. അയ്യോ എന്തു പറ്റി മോളെ? നിനക്ക് എന്താ പറ്റിയേ? കേട്ടാ, എന്റെ മാനം കളയല്ലേ. ഏത് നേരത്തെ ഇവള് ഇങ്ങനെയാണല്ലോ. ഏട്ടാ, ഏട്ടന്റെ സൂപ്പർ ചോയ്സാ. അവിടെ നിൽക്കുന്ന എന്റെ ഫ്രണ്ട് എത്ര നല്ലവളാന്നറിയോ? നിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയിന്ന് വിചാരിച്ചോ? നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതറാ. അപ്പൊ ഇതാണ് കാര്യം. അവളാ നിന്റെ ഫ്യൂച്ചർ പാർട്ട്ണർ. ഫിക്സ് ചെയ്തോ? ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്റെ ഫ്രണ്ടിനെ നീ ഒരിക്കലും ചതിക്കരുത് പറഞ്ഞേക്കാം. അളിയാ, അയ്യോ വണ്ടി സൂപ്പർ സെലക്ഷൻ ആളിയാ. എടി, നിനക്കിത് എന്തിന്റെ ഗതികേട് അവന്റെ കാല് പിടിക്കാന്? എനിക്ക് എന്റെ ഏട്ടനെക്കാളും നിന്റെ ഫ്രണ്ട്ഷിപ്പ് അടി പ്രധാനം. അവനെ ഞാനിന്ന് ശരിക്കും വരട്ടിയിട്ടുണ്ട്. ഇനി നിന്റെ അടുത്തേക്ക് പോലും വരില്ല. എന്നാ വാ പോവാം. സെൽഫി നമസ്കാരം സാർ. ഗിയർ ശരിക്കും വീഴുന്നില്ലെന്ന് അതൊന്ന് നോക്കിക്കേ. എടാ കൃഷ്ണ, സാറിന് വണ്ടി ഒന്ന് നോക്കിയേ. എന്താ ശങ്കർ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ നന്നായിട്ട് പോകുന്നു സാർ. തൊഴിൽ നല്ലോണം പോകുന്നുണ്ട് സാർ. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഗാരേജ് ബിസിനസിനെ കുറിച്ചല്ല, നിന്റെ അനിയൻ ഒൻഡിയുടെ ദർബാറിനെ കുറിച്ചാ. അവൻ എന്താ സാറേ, അതിനുശേഷം അവൻ ഒരു പ്രശ്നത്തിനും പോവാറില്ല. ഗുഡ്. ശങ്കർ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെ കുറുക്കംപാളയെന്നൊരു സ്ഥലമുണ്ട്, നിനക്കറിയോ? അറിയാം സാർ. അവിടുന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഗാരേജിലേക്ക് വരാറുണ്ട്. എന്ത് പറ്റി സാർ? ഇന്നലെ ഒരേ ദിവസം കൊണ്ട് അവിടെ റേപ്പ് ആൻഡ് മർഡർ നടന്നിരിക്കുന്നു. 2 മണിക്കൂറിനകം അറ്റംപ്റ്റ് മർഡർ ആയിരിക്കുന്നു. ഒരു പെൺകുട്ടി ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടുകയാണ്. ചേട്ടാ, ജീപ്പ് റെഡിയാ. ആ ഏരിയയിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ എന്നെ അറിയിക്കണം. തീർച്ചയായും സാർ. ശങ്കർ സാർ, നിന്റെ അടുത്തുള്ള പിള്ളേരൊക്കെ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സാർ. എന്താ കാര്യം സാറേ? വെറുതെ ചോദിച്ചതാ. വരട്ടെ. ശരി സാർ. വരുന്നടാ ഇവിടെ. സാറാ കൊലക്കേസിനെ കുറിച്ച് എന്നോട് പറയുമ്പോ ഞാൻ നിങ്ങൾ 4 പേരെയും ശ്രദ്ധിച്ചിരുന്നു.
നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു പേടിയും ഭയവും ഒക്കെ ഞാൻ കണ്ടു. ഇനി ആ കേസിന് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? പറയടാ. റേപ്പ് ചെയ്ത് കൊല്ലാൻ മാത്രം ഞങ്ങൾ ദുഷ്ടന്മാരൊന്നുമല്ല സാറേ. അപ്പൊ സെക്കൻഡ് കേസിന് ആരാ കാരണം? സത്യമായിട്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ശരി കള, സാറിനോട് വരാൻ പറഞ്ഞോളാം. സാറ് വന്ന എല്ലാ സത്യങ്ങളും അറിയാലോ. ചേട്ടാ, ഞങ്ങളത് ചെയ്തത്. എന്താടാ പറയുന്നത്? ഞങ്ങൾ വാടകയ്ക്കുന്ന വീടിന്റെ ഓണറെ വളരെ നല്ല മനുഷ്യനാട്ടാ. സ്വന്തം മോളുടെ കല്യാണത്തിന് വേണ്ടി അദ്ദേഹം കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് പണം തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് കടം കൊടുത്ത ആള് തന്നെ ഓണറിന്റെ വീട്ടിൽ കയറി വന്ന് അയാൾ മോശമായി സംസാരിച്ചു. കടം തിരിച്ചടയ്ക്ക്, അല്ലെങ്കിൽ നിന്റെ ഭാര്യയോടും മോളോടും എന്റെ കൂടെ വന്ന് കടക്കാൻ പറയുന്ന അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഞങ്ങളുടെ ഓണർ ചാകാൻ വരെ തീരുമാനിച്ചു. ടെറസിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് ഇന്നലെ രാത്രി ഇന്നാടാ നിങ്ങളുടെ ശമ്പളം. നിങ്ങൾ ആരും അഡ്വാൻസും തിരിച്ചു തരണ്ട. നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരണ്ട. ചേട്ടാ, ഡാ, ഇനി ആരും എന്നെ ചേട്ടാന്ന് വിളിച്ചു പോരുത്. ഇത്രയും ദിവസം നിങ്ങൾ ജോലിക്ക് വെച്ചില്ലേ, എന്നെ വേണം ചെരുപ്പ് വരുത്തല്ല. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോയിത്താ. ചേട്ടാ, തെറ്റ് ചെയ്തു പോയി ചേട്ടാ. ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്ക്. വേണമെങ്കിൽ ചേട്ടൻ ഞങ്ങൾ തല്ലിക്കോ, പക്ഷെ ഒരിക്കലും ചേട്ടൻ ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകാൻ പറയരുത്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ കുറിച്ച് പറയേണ്ടി വന്നിരിക്കും. പോയി ജീവിക്കാൻ നോക്ക്. സോറി ചേട്ടാ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. നീ തെരഞ്ഞെടുപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ ഞങ്ങൾ പുറപ്പെടും സാർ. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഹീറോ ബിൽഡപ്പാ നിനക്ക് നൽകുന്നത്. ആരാ ഹീറോ എന്നൊന്ന് കാണാൻ വന്നതാ. നിന്നെ കണ്ട ഹീറോ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു ചുക്കും ഇല്ലല്ലോടാ. എടോ കാക്കി, ഞാൻ ഹീറോയൊന്നും അല്ല കേട്ടാ, വില്ലനാ. വിവരം അറിയുന്നേ. കാക്കി ഇടുന്നതിന് മുമ്പേ ഞാൻ നിന്നെക്കാളും വലിയ വില്ലനാണ്. എന്റെ സർവീസിൽ നിന്നെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാക്കിയുടെ ബലത്തിൽ ഒരുപാട് കളിക്കല്ലേ നീ. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് എഴുന്നള്ളിയെന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്ക്. നിന്റെ അനിയൻ ചിന്ന എവിടെയാടാ? അറിയില്ല. നിനക്കറിയാവെങ്കി, നെഞ്ചില് ധൈര്യവും ഉണ്ടെങ്കിൽ അവനെ അകത്താക്കി കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേ. അതിനുശേഷം അവനെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാറേ. നിന്റെ അനിയൻ ഈ ഭൂമി വിട്ടു പോയിട്ട് കൊറേ സമയമായടാ. ഇല്ല, എന്റെ അനിയനൊന്നും പറ്റിയിട്ടില്ല. എന്റെ അനിയനൊന്നും പറ്റിയിട്ടില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ച. ഹലോ, എടാ എടാ ചിന്ന, നീ ഇപ്പൊ എവിടെയാ? എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്താ ചേട്ടാ, എനിക്ക് എന്താ കാര്യം? ഒന്നുമില്ല, നീ റിലാക്സ് ആയിട്ടിരിക്കേ. ശരി ചേട്ടാ. എടാ കാക്കി, നിന്റെ ഈ കളി എന്നോട് വേണ്ട. നരസിംഹ, നിന്റെ അനിയൻ ചത്തു എന്ന് പറഞ്ഞപ്പോ നീ അങ്ങ് പതറിപ്പോയല്ലടാ. നിന്റെ അനുജൻ പിച്ചി ചീന്തിയ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ എത്ര വേദനിച്ചിട്ടുണ്ടാവും. എടാ ഹീറോ, നിനക്കും നിന്റെ അനിയനും ഇന്നാടാ ലാസ്റ്റ് ഹാപ്പി ഡേ. എല്ലാം ഇന്നത്തോടെ തീർത്തോ. നീ ആഗ്രഹിച്ചവരുമായുള്ള മീറ്റിംഗ്, ഡേറ്റിംഗ്, വെയിറ്റിംഗ് എല്ലാം ഇന്ന് തീർക്കണം. നാളെ മുതൽ ഞാൻ തരുന്ന കോർട്ട്, എൻക്വയറി, ലോക്കപ്പ് എന്ന ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രിക്ക് രാത്രി ഇവിടുന്ന് ഒളിച്ചോടി പോയിക്കോ. ഓ, അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് അല്ല, കൺഫേം. ചക്ക, നരസിംഹം എന്ന് പേരുണ്ടായ സിംഹമാവില്ല. അതിന് ധൈര്യം വേണം. അത് നിനക്കില്ലെന്ന് ഇപ്പോഴാ കൺഫേം ആയ. എടാ കാക്കി, ഞങ്ങൾ കൗരവരെ പോലെയാ. സിറ്റി മുഴുവനും ഞങ്ങളാ. അതില് നീയും നിന്റെ ഡിപ്പാർട്ട്മെന്റും പാണ്ഡവരെ പോലെയാ. മെജോറിറ്റി കുറവാ. എന്നെ തൊടാൻ പോലും സാധിക്കില്ല. അവസാനം ജയിക്കാൻ പോകുന്നത് ഞങ്ങളാടാ ചക്ക. അതെ, ദ്വാപരയുഗത്തില് ഇത് കലിയുഗവാ. ഞങ്ങളെ പോലുള്ള ആളുകളെ ഇവിടെ ഉണ്ടാകൂ. നിന്നെ പോലെ ദ്വാപരയുഗത്തിലെ കൃഷ്ണനല്ല. കൃഷ്ണന് ശേഷം കലിയുഗം വരും. കലിയുഗത്തിൽ കൽക്കി വരും. വരുവടാ ചക്കരെ, നിനക്കൊരു കൽക്കി വരും.
എന്താടോ വണ്ടി തന്നെ ഈ ഭാഗത്തൊന്നും അധികം കാണാറില്ലല്ലോ, എന്ത് പറ്റിയിപ്പോ? നിങ്ങൾ എന്റെ ചേട്ടന്റെ അടുത്ത് ആത്മാർത്ഥയോടെ ചെയ്യുന്ന ജോലി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ചെന്ന് ജോലി നോക്ക്. കണക്കായിപ്പോയി. വണ്ടി വണ്ടി അത് ചേട്ടൻ വന്നാ ചോദിക്കും. ചേട്ടൻ വരുമ്പോ അനിയൻ കൊണ്ടുപോയിന്ന് പറഞ്ഞാ മതി. പോയി നിന്റെ ജോലി നോക്കടാ. അതെ സാർ, അതിന്റെ ബ്രേക്ക് ഷൂ പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടി വന്നിരുന്നു. വന്നിട്ട് ഒരു മിനിറ്റ് സാർ, ഞാൻ തിരിച്ചു വിളിക്കാം. കാശ് എടുത്തോണ്ട് പോയോ? അതെ ചേട്ടാ. ശരി, എടുത്തോട്ടെ. അവനും എന്തെങ്കിലും ചെലവുണ്ടാവില്ലേ, അതുകൊണ്ടായിരിക്കും. വീണ്ടും വരുവാണെങ്കിൽ ഒന്നും ചോദിക്കണ്ട. ശരി ചേട്ടാ. ശരി, നീ ചെന്ന് ജോലി നോക്ക്. എന്താ ചോദിക്കേ? ശരി ഏട്ടാ. എന്താടാ, എന്താണ് നിനക്ക്? റോങ് സൈഡിൽ വണ്ടി ഓടിച്ചിട്ട് എന്താണെന്ന് ചോദിക്കേ? ഒന്നുകില് ഇത് ഒട്ടിച്ചതാ, അല്ലെങ്കില് നടക്കുന്നത് വേറെ ആയിരിക്കും. ചേട്ടാ, പൊട്ടിയത് ശരിയാക്കി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഇടിക്കുമെന്നാ പറയുന്നേ. ഒട്ടാനും പറ്റൂല, വെട്ടാനും പറ്റൂല, എന്ത് വേണമെങ്കിലും ചെയ്തോളാം. പറ, വന്ന് കയറടേ. കണ്ടോ കണ്ടോ വരുന്നു, കണ്ടോ തീയും വിറക്കുന്ന പവറ്, കണ്ടോ. അടങ്ങി പോയില്ലെങ്കില് ആട്ടിക്കൊള്ളും. ബലം കാണിക്കാനാണ് ഭാവമെങ്കില് പഞ്ചറാക്കി കളയും. ഈ ഒൻറ്റിയെ തൊടാന്ന് കരുതിയാല് നിങ്ങളെ ഒന്നടക്കം ഞാൻ ഇല്ലാതാക്കും. കണ്ടോ കണ്ടോ വരുന്നു, കണ്ടോ തീയും വിറക്കുന്ന പവറ്, കണ്ടോ. പരമ, എടാ പരമ, ഇങ്ങോട്ട് നോക്കടാ. ആരടാ അവൻ? ആരാടാ അവൻ? ഞങ്ങൾക്ക് അറിയില്ല ചേട്ടാ. വന്നു, അടിച്ചു. വെറും അടിയായിരുന്നില്ല, മരണ അടിയായിരുന്നു ചേട്ടാ. അത് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചേട്ടാ. ഇതേ കണ്ണല്ലേ? അതെ ചേട്ടാ, അതേ കണ്ണ് തന്നെ. ഇതേ മൂക്കല്ലേ? അതെ ചേട്ടാ, അതേ മൂക്ക് തന്നെ. ഇതേ ഹെയർ സ്റ്റൈലും ഇതേ സ്മൈലും അല്ലേ? അതെ ചേട്ടാ, സെയിം ടു സെയിം അവൻ തന്നെയാ. അത് ശ്രദ്ധിച്ചു നോക്കടാ. ഇത് കിച്ച സുദീപാടാ. ചേട്ടാ, ഇവനെ പോലെ തന്നെ ഉണ്ടായിരുന്നു അവൻ. എടാ വിവരം കേട്ടോമാരെ, നിങ്ങൾ ആരും ഇതിനു മുമ്പ് സിനിമയൊന്നും കണ്ടിട്ടില്ലടാ. ചേട്ടാ, അമ്മച്ചാണേ സത്യം. അവനെ കാണാനേ സിനിമയിലെ ഹീറോനെ പോലെ ഉണ്ടായിരുന്നു. സിറ്റി മുഴുവൻ അരിച്ചു പെറുക്ക്. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ദുര്യോധനന് തുടയിലാണത്ര വീക്ക്നെസ്, കൃഷ്ണന് പാദത്തിലാണത്ര വീക്ക്നെസ് ഉള്ളത്. ഇവന് തീർച്ചയായും എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കണം. ഇനിയും 24 മണിക്കൂറിനുള്ളിൽ അവന്റെ വീക്ക്നെസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ദിവസം ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വളരെ ബോറടിക്കുന്നു. 2 ദിവസം നമുക്ക് കോളേജൊക്കെ ഒന്ന് ബങ്ക് ചെയ്ത് കറങ്ങിയിട്ട് വരാന്നേ. എന്തൊരു അത്ഭുതം, ഏട്ടൻ എന്റെ കോളേജിലേക്ക് വന്നിരിക്കുന്നു. അതുമല്ല സാർ, ഇവിടെ ആരും അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ നിന്നെ കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. നന്നായിട്ടൊക്കെ പഠിക്കുന്നില്ലേ? നിനക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഈ ഉടായിപ്പൊന്നും എന്നോട് പറയണ്ട. നീ വന്നത് പാറുവിനെ കാണാനാന്ന് എനിക്ക് നന്നായി അറിയാം. സരോ, അവിടെ നമ്മളുടെ ആടെടുത്ത് ആരോ സംസാരിക്കുന്നുണ്ടല്ലോ. ആരത്? അവനോ? എന്റെ ക്ലാസ്മേറ്റ് സന്തോഷ. ഹായ്. അത് പോട്ടെ, ഇവനാരാ? അവനും എന്റെ ക്ലാസ്മേറ്റാ, സുരേഷ്. നിന്റെ ക്ലാസ്സിൽ മൊത്തം എത്ര ആൺകുട്ടികളുണ്ട്?
എല്ലാരും ചേർത്ത് ഒരു 20 പേരുണ്ടാവും. എന്തേ? വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളുടെ ആരാടാ? അനിയത്തി. എന്റെ അടുത്തിരുന്ന ആളാരാ? ചേട്ടൻ. ആ നീ എന്തിനാടാ കരയുന്നേ? ചേട്ടാ, ഞാൻ അല്ലെങ്കിൽ തന്നെ എന്റെ വീട്ടിലുള്ള അനിയത്തിമാർക്ക് സ്ത്രീധനം കൊടുക്കാൻ കയ്യിൽ കാശില്ല. അങ്ങനെയുള്ളപ്പോ മറ്റൊരു അനിയത്തിയും കൂടി തന്നാൽ എങ്ങനെയാ സാർ? കുറച്ച് ഡിസ്കൗണ്ട് തരാൻ പറയും. ഡിസ്കൗണ്ടാ? വാടാ ചക്കരി ഇങ്ങോട്ട്, അടുത്തേക്ക് വാടാ. പോത്തിനെ പോലെ ദേഹം വെച്ചിട്ട്. മക്കളെ നന്നായിട്ട് കേട്ടോ, ഇതായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. പാറു കോളേജിലേക്ക് വന്ന ഉടൻ ആരെങ്കിലും പോയി കൈ കൊടുക്കുന്നത്, ഫേസ്ബുക്കിൽ ലൈക്ക് ഇടുന്നത്, കമന്റ് ഇടുന്നത്, അങ്ങനെ വരുന്നത് ഞാൻ അറിഞ്ഞ പിന്നെ ഞാൻ സംസാരിക്കില്ല, എന്റെ അളിയനായിരിക്കും സംസാരിക്കുന്നത്. സോറി പാറു, ലേറ്റായി. നീ എന്തിനാണ് ഇപ്പൊ അപ്സെറ്റ് ആയിരിക്കണേ? സരു, നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെ ആരും എന്നോട് സംസാരിക്കുന്നില്ല. എല്ലാരും എന്നെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുക. പറഞ്ഞു വെച്ചതുപോലെ എല്ലാരും മിണ്ടാത്തത് എന്താന്നാ മനസ്സിലാവാത്തത്. ഹായ് പാറു. ഇവന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാം പാറു, നീ എന്നോട് ക്ഷമിക്കില്ല എന്ന്. അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് നിന്റെ അടുത്ത് അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. സോറി പാറു. ശരി, അതൊക്കെ പോട്ടെ. പാറുന്റെ അടുത്ത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആരും സംസാരിക്കുന്നില്ലത്രേ. നിനക്കെന്തേലും അറിയോ? എനിക്ക് ഇപ്പോഴാ വിവരം കിട്ടിയത്. ഇന്നലെ നിന്റെ ചേട്ടൻ കോളേജിലേക്ക് വന്നേ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ വിളിച്ചിരുത്തി പാറിന്റെ അടുത്ത് ആരും സംസാരിക്കരുത്, പാറിന്റെ പിന്നാലെ ആരും കറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയായിരുന്നു. എനിവേസ് ബൈ പാറു. ബൈ സാറു. പാറു, ഇന്നലെ എന്താ ഉണ്ടായെന്ന് വെച്ചാ? പാറു ഞാൻ പറയുന്ന കേക്ക്. പാറു നിക്കവിടെ. അയ്യോ ഏട്ടാ, നിന്റെ 1 വേ ട്രാക്ക് 2 വേ ആവുമെന്ന് തോന്നുന്നില്ല. ഹലോ അമ്മേ, ഞാനാ പാറു. പാറു, നിനക്ക് സുഖാണോ മോളെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് സുഖം തന്നെയാ. എനിക്കെന്താ മോളെ, സുഖം തന്നെയാ. പാറു, എന്തു പറ്റി മോളെ? വിഷമൊന്നും ഇല്ല അമ്മേ. എന്തു പറ്റി മോളെ? ഒന്നും ഇല്ല അമ്മേ. അമ്മയെ കണ്ടിട്ട് ഒരുപാടായില്ലേ. അമ്മയുടെ ഫുഡ് ഒരുപാട് മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. അത്രയല്ലേ ഉള്ളൂ. എന്തൊക്കെയായാലും ഇത്തവണ ഫീസ് കെട്ടാൻ ഞാൻ കോളേജിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി 2 ദിവസം നിന്റെ കൂടെ താമസിച്ചിട്ട് തിരിച്ചു വരും. പാറു, നീ ഇത് ആരോടാടി സംസാരിക്കുന്നേ? ഒരു മിനിറ്റ്, അമ്മയോടാ സംസാരിക്കുന്നത്. ഇപ്പൊ വരാം. വേഗം വന്നേക്കണേ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ നാളെ ഫോൺ ചെയ്യാം. എന്താ ഇത്? എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നോക്ക്. ആരായിരിക്കും പണി ചെയ്തത്? പാർവതി നിക്ക്. നിന്നെ കാരണം നമ്മുടെ മുഴുവൻ കോളേജിന് ചീത്തപ്പേരായി. നീയൊക്കെ കോളേജിന് എന്തിനാ വരുന്നത്? അവനൊരു നശിച്ച ചെറുക്കനാ. അവൻ ഇവിടെ വരുമ്പോഴൊക്കെ നിനക്ക് പല പ്രാവശ്യം ഞാൻ വാണിംഗ് തന്നിട്ടുള്ളതാ. അവനൊക്കെ ലോക്കപ്പിൽ വെച്ച് അടിച്ച് നിരപ്പാക്കേണ്ടതാ. അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ എഴുതി കാണും. പ്ലീസ്, എന്റെ അമ്മ വന്നോണ്ടിരിക്കുക. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒരു കണ്ണു പറയരുത് സർ. ഞാൻ അങ്ങനത്തെ പെണ്ണല്ല സർ. സർ, എന്റെ അമ്മ വരുന്നുണ്ട് സർ. പ്ലീസ്, അമ്മ വരുന്നു. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? എന്താ സാർ, എന്താ ഉണ്ടായേ? നിങ്ങളുടെ മകൾ പഠിച്ച് ഈ കോളേജിന് നല്ല പേര് വാങ്ങിച്ചു തരുമെന്ന് വിചാരിച്ചാൽ ആരോ ഒരു നശിച്ച ചെറുക്കന്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് ഈ കോളേജിന്റെ പേര് ചീത്തയൊക്കെയാണ്. മകളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവളെ നല്ലോണം വളർത്താൻ പഠിക്കണം. ഇനി ഒരിക്കൽ കൂടെ പ്രവർത്തിച്ചാൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കും. ഇത് അവസാനത്തെ വാണിംഗ് ആണ്. ഇവരൊക്കെ എന്തിനാ കോളേജിൽ വരുന്നത്? ഇനിയൊന്നും പറയണ്ട, മതി. ഞാൻ എന്നും വിളിക്കുന്ന ആ ദൈവത്തെക്കാളും നിന്നെ അല്ലേടി വിശ്വസിച്ചത്. എന്തിനാടി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്? ഓരോ തവണ ഞാൻ നിന്നെ വിളിക്കുമ്പോഴും എല്ലാം എന്നോട് പറയാറുള്ളതല്ലേ. എന്നിട്ട് ഈ കാര്യം മാത്രം എന്തിനാടി ഒളിച്ചത്? ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെ ആയല്ലോടി. അമ്മ അവിടെ നിക്ക്. ലോഫർ, തനിക്ക് കണ്ണു കണ്ടൂടെ? എന്റെ കാലിന്റെ അടുത്ത് തുപ്പിയപ്പോ തന്നെ നിനക്ക് ഇത്രയും ദേഷ്യമോ? ഇപ്പൊ ഞാൻ നിന്റെ മുഖത്ത് തന്നെ തുപ്പാൻ പോവാ.
നോ സോറി. നിന്നോട് തുപ്പാനാ പറഞ്ഞത്. നെയ്വന്മാരെ കണ്ടൊന്നും പേടിക്കണ്ട. ഇനി മുതല് ഇവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല. എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായതൊക്കെ അവൻ കാരണമല്ല, നീ കാരണമാ. ഒരു പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്രയ്ക്ക് തരം താഴ്ന്ന കാര്യമൊക്കെയാ ചെയ്യുന്നേ. നോക്ക്, ഈ സ്നേഹം എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ച് പിടിച്ചു പറ്റാനുള്ളതല്ല. ഇനി അഥവാ അത് ബലം പ്രയോഗിച്ച് പിടിച്ചു പറ്റിയാലും അതിനാരും പ്രേമമാണെന്നല്ല പറയുക. നിന്നെ പ്രേമിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, വെറുക്കാനുള്ള അർഹത പോലും നിനക്കില്ല. ഇനി എന്നെങ്കിലും എന്നെ കാണണമെന്ന് പറഞ്ഞ് ഈ കോളേജിന്റെ മുമ്പിൽ എങ്ങാനും വന്ന് നിന്നോന്ന് ഞാൻ അറിഞ്ഞ നിനക്ക് കിട്ടുന്നത് എന്റെ പ്രേമമായിരിക്കില്ല, ചത്തുപോയി എന്റെ ശവശരീരമായിരിക്കും. അത് നീ ഓർത്തു വെച്ചോ. ആരില്ലടാ അവിടെ? ഒരു ഫുൾ ബോട്ടിൽ കൊണ്ടുപോയി ടേബിളിലേക്ക്. ബ്രോ, ഞാൻ കണ്ടായിരുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഫുൾ ബോട്ടിൽ മുഴുവൻ അടിച്ചു തീർത്തല്ലോ. എന്താണ് ബ്രോ നിങ്ങളുടെ പ്രശ്നം? ലവ്. ഈ ലവും വേണ്ട, അതിന്റെ വേദനയും വേണ്ട. അവള് പറഞ്ഞതുപോലെ ചാവുകയും വേണ്ട. താൻ എന്താണ് പറയുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ബ്രോ. ഒന്ന് തെളിച്ച് പറയൂ ബ്രോ. ഫുൾ ബോട്ടിൽ ലവ് എന്നിൽ എരിവായ ഫുൾ ബോട്ടിൽ ഉടയും പോലവ് കിക്ക് കിറുക്കാകി മാറ്റുന്ന നോവ്. ഫുൾ ബോട്ടിൽ ഉടയും പോലവ് കിക്ക് കിറുക്കാകി മാറ്റുന്ന നോവ്. ലവിന്റെ റൊമാൻസ് മിസ്
നേരത്ത് കളറില്ല മഴവില്ല ഈ ലവ് വേണ്ട ഇനി നോവ് വേണ്ട ഇനി ബജാറുണ്ട് വൈകുന്നേരം വേണ്ട ഈ ലവ് വേണ്ട ഇനി നോവ് വേണ്ട കടൽ വല്ലാണ്ടാവാൻ ഇനി എനിക്ക് വയ്യ എനിക്കാതെത്തും ഫീലിങ്സും നീ കടൽ വരച്ച നെഞ്ചിലാകയായി കണ്ണീരും കല്ലാക്കി ഞാൻ നീ കണ്ണിലുള്ള മുള്ളു നൽകേ അഴകേ നീ എൻ ഓർമ്മയ്ക്കുള്ളിൽ നിന്നാൽ ഞാനോ ജാസ്തി കുടിക്കും എന്റെ വേവും നോവിൻ പേരിൽ തീർത്ത പോലെ വീഴാനൊന്നേ ഉള്ളു ഈ നോവ് വേണ്ട ഇനി നോവ് വേണ്ട ഇനി ബജാറുണ്ട് വൈകുന്നേരം വേണ്ട ഈ ലവ് വേണ്ട ഇനി നോവ് വേണ്ട കടൽ വല്ലാണ്ടാവാൻ ഇനി എനിക്ക് വയ്യ നിന്റെ വിഴികൾ എന്റെ കനവിലൊഴുകി മനസ്സൊരു തൂവാലയാ തഴുകി നൊമ്പരങ്ങൾ മെല്ലമാക്കാനോ എല്ലാ ദുഃഖങ്ങളും മറ്റൊരു പരമഗുരു ആരാനേ പോവാതെ എന്നും കൂടാ നിൽക്കാം കുപ്പിക്കുള്ളിൽ വീരും കൂടും മീനല്ലാതെ ഫുൾ ಬಾಟಲ್ ಪೊಲವೇ ಕಿಕ್ಕು ಕಿರುಗಾಗಿ ಮಾತನ್ನ ನೋವೇ ಲವ್ ಅಂಡ್ ರೊಮ್ಯಾನ್ಸ್ ಮಿಸ್ ಆಗೋ ನೇರತ್ತೆ ಕಲರ್ ಎಲ್ಲ ಮഴವಿಲ್ಲ ಈ ಲವ್ വേണ്ട ഇനി നോവ് വേണ്ട ഇനി ബജാറുണ്ട് വൈകുന്നേരം വേണ്ട ഈ ലവ് വേണ്ട ഇനി നോവ് വേണ്ട കടൽ വല്ലാണ്ടാവാൻ ഇനി എനിക്ക് വയ്യ ഈ ലവ് വേണ്ടടാ ചിന്ന എന്തു പറ്റിയടാ എന്തു പറ്റി ഇവൻ എന്താ പറ്റിയത് എന്താ പറ്റിയെന്ന് പറ ചേട്ടാ അന്ന് പാണ്ടി അടിച്ചതും പിന്നെ നമ്മുടെ ഈ സ്വന്തം അനിയനെ അടിച്ചതും രണ്ടും ഒരാൾ തന്നെയാ അവന്റെ പേരാണ് വണ്ടി ഡോടോ നിക്ക് 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 സാറ് എവിടെന്നാ വരുന്നെന്ന് പറയാവോ പ്രണയത്തിൽ വീണ് മനസമാധാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കാണ് സാർ ഓ അടിച്ച് ഫിറ്റ് അല്ലേ ഡിഎൽ ഡിഎല്ലോ അവളുടെ കയ്യിൽ നിന്ന് ഇനിയും LLR പോലും കിട്ടിയിട്ടില്ല ഇനി എന്റെ DL എവിടെ നിന്നാണ് സാറേ കിട്ടുക ഈ സമയത്തിൽ ഫോണിൽ വിളിക്കാൻ ആരായിരിക്കും ഹലോ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു പോലും കിടക്കും മോനെ ഈ നരസിംഹന്റെ അനിയനെ തന്നെ നീ അടിച്ച് ഈ പരുവത്തിലാക്കിയല്ലേ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ നീ ശരിക്കുള്ള ഒരാണാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം എന്റെ അടുത്തേക്ക് വാടാ സുനാമിയും ഭൂകമ്പൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം അതല്ലാതെ റിയലായിട്ട് കാണാൻ ആഗ്രഹിച്ചാലുണ്ടല്ലോ ബാക്കിയുണ്ടാവില്ല എന്താടാ ചത്തുപോന്ന് പേടിച്ചിട്ടാണോ എന്തുവാടാ ധൈര്യമില്ലേ നിന്നെ മീറ്റ് ചെയ്യാൻ ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല വണ്ടിയിൽ 1 ലിറ്റർ പെട്രോൾ ഉണ്ടായാൽ മാത്രം മതി നീ എവിടാന്ന് പറയടാ ഞാൻ കറക്റ്റ് ഇപ്പോ ആ റൗണ്ട് ബ്രിഡ്ജിന്റെ താഴെയുണ്ട് നീ ഇവിടെ വന്ന് എവിടെയൊക്കെ അന്വേഷിച്ചാലും അവിടെയൊക്കെ ഞാനും ഉണ്ടാവും നീ വരുമ്പോ മറക്കാതെ ഒരു സിഗരറ്റ് പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വെറുതെ തിരിച്ചു പോണ്ടി വരും അവിടെ തന്നെ നിൽക്ക ഞാൻ വാങ്ങിച്ചോണ്ട് വരാം
കൊന്നിടാം ആരാണതാ നോക്കി എന്നാ തൂക്കെടിച്ചു ടോട്ടലായി കാല് വെച്ച് നീ സ്വന്തം ഉയരെടുക്കും ഹര പല പലവായി മൂർച്ച വയ്ക്കും മിന്നൽ കൊടുവായി. ഉണ്ടി നീയാണല്ലേ? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആടിക്കളിക്കേട കുഞ്ഞിരാമ, ചാടിക്കളിക്കേട കുഞ്ഞിരാമ, ഓടിക്കളിക്കേട കുഞ്ഞിരാമ. അതെ, സെയിം ടു സെയിം. ആ പാട്ടിലെ കുരങ്ങിനെ പോലെ തന്നെയുണ്ട്. നീ എന്നോട് ഫോണിൽ സംസാരിച്ചു വെച്ച് നോക്കുമ്പോ എനിക്ക് ഈക്വലായിരിക്കും എന്നാ കരുതിയെ. പക്ഷേ നീ ചെറിയ പയ്യനാണല്ലോ. കളറ്, ഉയരം, ധൈര്യമൊക്കെ കണ്ട വാവ്, എല്ലാം ഹീറോ മെറ്റീരിയൽ തന്നെ. തനിക്ക് എന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫേസ്ബുക്കിൽ പോയിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കൺഫേം ചെയ്തോളാം, ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. ഫേസ്ബുക്കിൽ നിന്നും മാത്രമല്ല, നിന്നെയും നിന്റെ അനിയനെയും ഈ ലോകത്തുനിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. കിക്കുണ്ടാവണമെങ്കിൽ ക്വാർട്ടർ വേണം. ഈ ഒൻറ്റിക തൊടണമെങ്കിൽ ചങ്കൂറ്റം ഉണ്ടാവണം. ചുട്ടിയടിച്ച് തല്ലിക്കടിച്ച് കൊന്നിടാം ആരാണതാ നോക്കി എന്നാ തൂക്കിയടിച്ച് ടോട്ടലായി കാല് വെച്ച് നീ സ്വന്തം ഉയരെടുക്കും ഹര പല പലപ്പായി മൂർച്ച വയ്ക്കും മിന്നൽ കൊടുവായി. ഇനി തീ നിന്റെ അപ്പം കൊണ്ടുതരോ? കത്തിക്കടാ. ചുട്ടിയടിച്ച് തല്ലിക്കടിച്ച് കൊന്നിടാം. നിന്റെ വോയിസ് ബൈ ബർത്ത്, എന്റെ ധൈര്യം ഗോഡ്സ് ഗിഫ്റ്റ്. അതിൽ തൊട്ട് കളിക്കാൻ നിന്നാലുണ്ടല്ലോ, റിയാക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും. കഴിഞ്ഞതൊക്കെ മറന്നേക്ക്, ഞാനും മറന്നേക്കാം. നിന്റെ അനിയനോടും പറഞ്ഞേക്ക് മറന്നേക്കാൻ. ഇനി അതൊന്നും പോരാഞ്ഞ് പ്രതികാരം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ നീ നിന്റെ അനിയനെ മറക്കേണ്ടി വരും. ഇനി അങ്ങനെ അല്ലാന്ന് കരുതിയാല് ഈ ഞാൻ തന്നെ നിന്നെ ആരാണതാ നോക്കി എന്നാ തൂക്കിയടിച്ച് ടോട്ടലായി കാല് വെച്ച് നീ സ്വന്തം ഉയരെടുക്കും ഹര. വണ്ടി സത്യം പറയടാ. കോളേജ് നോട്ടീസ് ബോർഡിലും കോളേജിന്റെ ചുമരിലൊക്കെ നിങ്ങളെ കുറിച്ച് അസംബന്ധം എഴുതിയത് ഞാൻ തന്നെയാ. അന്ന് ബസ് സ്റ്റോപ്പില് എന്നെ നാണം കെടുത്തില്ലേ, അതിന്റെ ദേഷ്യത്തിൽ ഞാൻ ചെയ്തതാ. ഐ എം സോറി പാറു. നെഞ്ചിൽ നോവ് കനലെഴുതും, കണ്ണുനീര് കടലെഴുതും, കണ്ണേ പാതിരാവായി ദൂരെ അകലരുതേ. നെഞ്ചിൽ നോവ് കനലെഴുതും, കണ്ണുനീര് കടലെഴുതും, കണ്ണേ പാതിരാവായി ദൂരെ അകലരുതേ. മനസ്സിൻ മൗനമലരൊളിയേ, അരികെ നിന്നെ നിഴലായി നിൽക്കാം ഞാൻ. അകമെരിഞ്ഞ സ്നേഹവിണ്ണിൻ അഴകൊഴിഞ്ഞ മാരിവില്ലേ, ഇരുൾ വേനലിൽ മാഞ്ഞ നീ ഉയർപ്പത
പ്രാവ് പോൽ മോഹമായി പാടിയെന്നോ മുറിവിൽ വീണ മുള്ളുകളിൽ മുറുകും മരണമൗനം തേങ്ങുകയാ അമ്മേ അമ്മേ അവിടെ നിക്കിതാ വരുന്നു. രാവിലെ തൊട്ട് ഒരു പണി ചെയ്യാൻ വിടുന്നില്ല നീ. കുട്ടി, എന്തൊരു കോലോടാ ഇത്? അമ്മേ ഇന്നെന്റെ ബർത്ത്ഡേയാ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും മിഠായി കൊണ്ടുവന്നിരിക്കുക. എന്നെ അനുഗ്രഹിക്കണം അമ്മേ. നന്നായി വരും, നന്നായി വരും. അമ്മേ എന്താ ഇത് കയ്യില് ചോറൊക്കെ ആയിട്ട്? ഞാൻ അടുക്കളയിലായിരുന്നില്ല. നീ അമ്മേ അമ്മേ എന്ന് വിളിച്ചപ്പോ ഏതോ പിച്ചക്കാരനാണെന്ന് കരുതി ഞാൻ ഈ ചോറ് എടുത്തോണ്ട് വന്നതാ. നല്ല ബഹുമാനം. കേറി വാ. മിഠായി കൊടുത്തതിന് പൈസ എല്ലാം തരാമായിരുന്നു. എടാ ഒന്നിനും കൊള്ളാത്തവനെ, ദേ നിന്റെ കൂട്ടുകാരൻ ഒന്നിനും കൊള്ളാത്തവൻ വന്നിരിക്കുന്നു. വാ. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അയ്യോ അമ്മ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഞാൻ ചേട്ടാ, ശങ്കരേട്ടാ. എന്താടാ? ദാ മിഠായി. എന്തിനാ? ഇന്നെന്റെ പിറന്നാളാ ചേട്ടാ. നന്നായി വരട്ടെ. താങ്ക്സ് ചേട്ടാ. അമ്മേ ഞാൻ പോവാണ്. ശങ്കരേട്ടാ, ഇന്നെന്റെ പിറന്നാളായിട്ട് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? 90 ക്വാർട്ടർ, ഹാഫ്, ഫുള്ള്, ചിപ്സ്, ടിപ്സ്. എന്നാ വാങ്ങിച്ചു. ഇതൊക്കെ പെറുക്കി കളഞ്ഞിട്ട് ജോലിക്ക് പോയി കാശുണ്ടാക്കാൻ നോക്കും. ചെലവ് ചെയ്യണമെങ്കിൽ ആദ്യം സമ്പാദിക്കണം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? താങ്ക്സ് ചേട്ടാ, നിങ്ങൾ നല്ല മനുഷ്യനാ. പറഞ്ഞിട്ടാണോ ഈ 10 രൂപ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? 10 രൂപ ഇതും വെച്ച് ബാറിലൊരു കടല പോലും മേടിച്ച് കഴിക്കാൻ പറ്റില്ല. കുട്ടി വാ പോവാം. വാളിയാ, നമുക്ക് പോവാം. അവിടെ നിക്കേ, ഭക്ഷണം തയ്യാറായി, കഴിച്ചിട്ട് പോയ പോരെ? അതൊന്നും വേണ്ടമ്മേ, നമ്മുടെ കുട്ടി ഇപ്പൊ വലുതായോണ്ടിരിക്കല്ലേ, നമുക്കത് ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യണ്ടേ. വാട കുട്ടി. പോയിട്ട് വരാമേ. ഉണ്ടാക്കി വെച്ചതൊക്കെ എന്ത് ചെയ്യാനാടാ? എന്റെ തലയിൽ എടുത്തിടാം. അത് വല്ല പിച്ചക്കാരൻ കേട്ടോ. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും അഹങ്കാരത്തിന് കുറവില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു കുട്ടി. ഇതിൽ ഉപ്പ് കുറവുണ്ടോന്നൊരു സംശയം. സാരില്ല, നമുക്ക് കഴിക്കാം. പറയാമേ. പാത്രത്തിലെ 1000 രൂപ വെച്ചിരുന്നു, നീ കണ്ടോ? ഹലോ ഹലോ, അമ്മ ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് ശരിക്ക് കേൾക്കുന്നുണ്ടല്ലോ. കട്ട് ചെയ്യുന്നു, നീ വാ, ശരിയാക്കി തരാം. കുട്ടി, സരോ, നിങ്ങൾ രണ്ടുപേരെയും എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. സരോ, കുട്ടി നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും അവനെ കൈയൊഴിയരുത്. അയ്യോ ഏട്ടാ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. നിന്റെ കുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അളിയ, ഞാനും അങ്ങനെ തന്നെയാ. സെയിം ടു സെയിം ഡയലോഗ്. ഹായ് പാറു. ഹായ്, താങ്ക് യു സോ മച്ച് പാറു. നിങ്ങൾ രണ്ടുപേരും ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്തോണ്ടിരിക്കേ. ഞാനും എന്റെ ചങ്ക് വണ്ടിയും കുറച്ച് എഴുതി കെട്ടിക്കോട്ടെ. എന്തു പറ്റി പാറു? ഏട്ടൻ ഇഗ്നോർ ചെയ്യുന്നത് കണ്ട് നിനക്ക് വിഷമാവുന്നുണ്ടോ? ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഈ ബിൽഡിംഗ് എന്റെ പേരിൽ എഴുതി വെച്ചു. അതുകൊണ്ട് എന്റെ ഇളയച്ചനും വലിയച്ഛനും ഇത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അവർക്ക് വിട്ടുകൊടുക്കാതെ ഈ ബിൽഡിംഗ് ഞാൻ PG ആക്കി. മാസം മാസം എനിക്ക് ഒരു എമൗണ്ട് കിട്ടുന്ന പോലെയും എന്റെ കോളേജ് സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുന്ന പോലെയും ചെയ്തത് വേറെ ആരുമല്ല പാറു, എന്റെ ഏട്ടന്റെ സ്ഥാനത്തുള്ള ഈ ഒണ്ടിയാണ്. ഏട്ടന്റെ മനസ്സൊരു കടൽ പോലെയാ പാറു. അതാർക്കും മനസ്സിലാവില്ല. അങ്ങനെയുള്ള ആള് ഇപ്പൊ നിന്നെ കുറിച്ച് മാത്രം ആലോചിച്ചോണ്ടിരിക്കുന്ന, നിനക്ക് വേണ്ടി മാത്രം ഏട്ടൻ ജീവിക്കുന്ന. അവന് വേറൊരു പെണ്ണിനെ കിട്ടാത്തതുണ്ടെന്നല്ല പാറു, അവൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്നർത്ഥം. ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥ സ്നേഹം കിട്ടുന്നത് അപൂർവമാണ്. അങ്ങനെയുള്ളപ്പോ സ്നേഹം നിന്നെ തേടി വന്നിരിക്കുക. ഞാൻ എന്റെ ഏട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊക്കെ പറയുന്നെന്ന് വിചാരിക്കല്ലേ. അതുമാത്രല്ല, ഏട്ടന്റെ സ്നേഹം സ്വീകരിക്കണമെന്ന് ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷേ ഒരു കാര്യം മാത്രം സത്യ പാറു, നമ്മൾ അധ്വാനിച്ച പണവും ഇഷ്ടപ്പെട്ട സ്നേഹവും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. എന്ത് പറ്റിച്ചോട്ടു? കട ലൊക്കേഷനൊക്കെ മാറ്റിയല്ലോ. എവിടെ പോയാലും നിങ്ങളുടെ അടുത്തൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഒരു ചായ ഇടറോ? ഇട്ടുതരാ. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് ആവശ്യം വരും.
പുതിയ സിനിമയിൽ അഭിനയിക്കാനായി പുതിയ മുഖങ്ങളെ ആവശ്യമുണ്ട്. ഗ്ലാമർ സിനിമയ്ക്ക് എന്തിനാടാ ഹീറോ? ഇത് മോസ്റ്റ്ലി സിനിമയായിരിക്കും. ജിന്നും കാണാനായിട്ട് കറുത്ത് പെരുത്തിരിക്കണല്ല. ചെന്ന് ട്രൈ ചെയ്ത് നോക്കണോ, ചിലപ്പോ കിട്ടും. ഡാ, ഈ കളറ് കുറച്ചിലായി കണക്കാക്കല്ലേ. ഈ കളറ് വെച്ചിട്ടല്ലേടാ ഇവിടെ രജനികാന്ത് സൂപ്പർ സ്റ്റാർ ആയത്, നമ്മളും അദ്ദേഹത്തിന്റെ ഫാൻ ആയത്. ഒരു പക്ഷേ എനിക്കും അതുപോലത്തെ ലക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഞാനും ഒരു സ്റ്റാർ ആയേനെ. ഇവിടെ നല്ല പടം തന്നെ ഓടുന്നില്ലെന്നേ. ഇന്നെ പോലെ ആൾക്കാരൊക്കെ അഭിനയിച്ചാലേ തിയേറ്റർ പൂട്ടിട്ട് വീട്ടിലേക്ക് പോകണ്ട എന്നെ. ഡാ, എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ സിനിമയെ കുറിച്ച് പോലും പറഞ്ഞാണ്ടല്ലോ. നിന്നെ ഞാനിട്ട് മർഡർ ചെയ്ത് നോക്കിയോ. എന്തറിയാ നിനക്ക് സിനിമയെ കുറിച്ച്? ഒരു സിനിമക്കാരൻ മനസ്സ് വെച്ചാ ഹോളിവുഡിൽ പോയി ടൈറ്റാനിക്, അവതാർ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ പുഷ്പം പോലെ എടുക്കും. പക്ഷെ അതേ ഹോളിവുഡ് ഡയറക്ടറുടെ അടുത്ത് ഇവിടെ വന്ന് ചേട്ടനെത്തിയെ വെച്ച് ഒരു സെന്റിമെന്റ് സിനിമ എടുക്കാൻ പറഞ്ഞേ അത്ര തന്നെ. അതാടാ ഇവിടുത്തെ സിനിമാക്കാരുടെ ടാലന്റ്. ഇനി ഇതുപോലെ വലുത് പറഞ്ഞാണ്ടല്ലോ, ചായക്കടയിൽ മദ്യം വിൽക്കാന്ന് പറഞ്ഞ് ഞാൻ പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന നോക്കിയോ. ഓന്റെ അടുത്ത് സംസാരിക്കാൻ നമ്മുടെ സമയത്തിന് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. സംസാരിക്കടാ, ഇപ്പൊ സംസാരിക്കേ. എന്താ മിണ്ടാതിരിക്കുന്നേ? അവൻ ചേലക്കുന്നു. എന്താ കുട്ടി, രാവിലെ തന്നെ തുടങ്ങിയോ നിന്റെ പരിപാടിയൊക്കെ? അതെ അളിയാ, ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? നമ്മൾ ഇവന്റെ കടയിൽ പറ്റി വെക്കുന്നതുകൊണ്ട് ഇവൻ നമ്മളെ ഡിസൈൻ ആയിട്ട് അപമാനിക്കുക. ഇവന്റെ അടുത്തൊക്കെ 2 വിട്ടിട്ട് വേണം വന്ന് സംസാരിക്കാൻ. ഡാ, ഇന്ന് രാത്രി ഞങ്ങളുടെ പാർട്ടിക്ക് നീയാടാ സൈഡ് ഡിഷ്. ഹലോ, ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട്. വാടാ. സറോ, 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 എന്ത് പറ്റി സറോ? സറോ, എഴുന്നേക്ക് സറോ. സറോ, എന്ത് പറ്റി സറോ? സറോ, എന്ത് പറ്റി സറോ? സറോ, സറോ, എഴുന്നേക്ക് സറോ. നിനക്ക് എന്ത് പറ്റി സറോ? ആരങ്ങനെ ചെയ്ത്? എഴുന്നേക്ക് പറ സറോ, ആരങ്ങനെ ചെയ്ത്? എഴുന്നേക്ക് സറോ. സറോ, എഴുന്നേക്ക് സറോ. ഡാ, ആരാടാ കുട്ടി? വെറുതെ വിടടാ. ആരാടാ അത്? പുറത്തേക്ക് വാടാ. കുട്ടി, 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 കുട്ടി. അളിയ, സരോ മരിച്ചു പോയടാ അളിയ. ഒരുത്തനെയും വിട്ടേക്കരുതടാ അളിയ. കുട്ടി, 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 കുട്ടി എന്നേക്ക കുട്ടി. കുട്ടി, വേണ്ട വേണ്ട പ്ലീസ്.
പാറു, നെഞ്ചു നോവ കടൽ എഴുതും, കണ്ണുനീര് കടൽ എഴുതും. കണ്ണേ പാതിരാവിൽ ദൂരിയകളരുതേ, നെഞ്ചിൽ നോവ് കടൽ എഴുതും, കണ്ണുനീര് കടൽ എഴുതും. കണ്ണേ പാതിരാവായി ദൂരിയകളരുതേ, മനസ്സിൻ മൗനമലരൊലിയേ അരുകെ നിന്റെ നിഴലായി നിൽക്കാം ഞാൻ. അകമേ നിന്റെ സ്നേഹം എന്നെ അഴകൊഴഞ്ഞ മാറിവെല്ലി ഇരുൾ വേനലിൽ മാഞ്ഞേ ഉയിർ പതഞ്ഞ സങ്കടങ്ങൾ ഉള്ളിൽ നിന്ന് സാന്ത്വനങ്ങൾ മുകിൽ പ്രാവ് പോൽ മോഹമായി പാടിയന്നു മുറിവിൽ വീണമുള്ളുകളിൽ മുറുകും മരണമൗനം തേങ്ങുകയാ. വിഷമിക്കണ്ട മോളെ. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നവനെ ധീരൻ എന്ന് വിളിക്കാറുണ്ട്. അതല്ല, ഒരു ജീവൻ രക്ഷിക്കുന്നയാളെ ദൈവമെന്നും വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളെ നഷ്ടപ്പെടുത്തരുത് മോളെ. ഈ മെഡിസിൻ പോയി വാങ്ങിട്ട് വരൂ. മെഡിസിൻ വാങ്ങിച്ചോണ്ട് വരാം.
ഉണ്ടായിട്ടും എനിക്കത് തടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല പാറു. പാറു എൻ്റെ കുട്ടിക്കാലത്ത് പുലി മാനവേട്ടയാടുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് ആ പുലിയുടെ മേലായിരുന്നു. മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന മാൻ്റെ മേലല്ലായിരുന്നു. ആ മരണം എത്രമാത്രം ഭയാനകമായിരുന്നുവെന്ന് കുട്ടിയെയും സരോയെയും നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒണ്ടി എന്നെ വിട്ടു പോകരുതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ ഇപ്പോൾ എന്നെ വിട്ടുപോയി. സരോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമുക്ക് ഒണ്ടിയുണ്ടല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് നീ മാത്രമാണ് പാറു. നിന്നെയും നഷ്ടപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പാറു, നിന്നെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരുപാട് സന്തോഷം കിട്ടുമെന്ന് കരുതിയിട്ടാ. അത് അതിമോഹമായി എന്നാ തോന്നുന്നത്. ജീവിതത്തിൽ ആരെയും അധികമായി സ്നേഹിക്കരുതെന്ന് പറയാറുണ്ട്. എന്താണെന്നറിയോ? അവസാനം നമ്മുടെ നിഴൽ പോലും നമ്മെ വിട്ടു പോകും. ആ ദൈവം എല്ലാവരുടെ വിധിയും പേന കൊണ്ട് എഴുതിയിരിക്കുകയാണെന്നാ തോന്നുന്നു. അങ്ങനെ തന്നെയാവും. പക്ഷെ എൻ്റെ തലവിധി പെൻസിൽ കൊണ്ട് എഴുതിയിരിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ കൂടുതൽ സ്നേഹിച്ചവരൊക്കെ എൻ്റെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചത്. ഈ ലോകത്തിൽ എനിക്കിനി ഇരുട്ട് മാത്രമേ ഉണ്ടാകൂ. ഞാൻ മാത്രം ഒറ്റയ്ക്കാവുന്നത് എനിക്ക് വല്ലാത്ത വേദനയാണ് പാറു. എൻ്റെ അവസ്ഥയിലേക്ക് ഒരിക്കലും നീ വരണ്ട. ഇനി മുതൽ നിനക്ക് യാതൊരു പ്രശ്നങ്ങളും വരാത്ത രീതിയിൽ ഞാൻ നോക്കിക്കൊള്ളാം പാറു. പാറു, സോറി. ഞാൻ പോട്ടെ. കാലെടുത്ത് വെക്കരുത്, കാലെടുത്ത് വെക്കരുത്. എന്നെ ഇനി ഒരിക്കലും അമ്മയെന്ന് വിളിക്കരുത്. നിന്റെ വാഗുണ്ട് ഇനി എന്നെ അമ്മയെന്ന് വിളിക്കരുത്. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എന്റെ ഭഗവാനെ, എന്റെ മോൻ ഒരു കൊലയാളിയായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ജനിച്ചപ്പോ തന്നെ നിന്നെ വിഷം തന്നു കൊന്നു കളഞ്ഞേനെ. ഇനി നീ എത്ര പേരെയാ കൊല്ലാൻ പോന്നെ പറ. നാളെ മുതൽ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നടക്കൂടാ? എന്റെ ദൈവമേ, എന്റെ ഈ സ്ഥിതി എന്റെ വിരോധികൾക്ക് പോലും വരുത്തരുത്. ദൈവമേ, വരുത്തരുത്. ഇല്ല, നീ ഇനി നന്നാവില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും നീ ഒന്ന് നന്നാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. എന്റെ സ്വപ്നം പലിക്കാതെ പോയല്ലോ. ഇല്ല, പുറത്തിറങ്ങ. ഇനി ഒരിക്കലും നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പുറത്തിറങ്ങ. പുറത്ത് കടക്കാനാ പറഞ്ഞത്. അയ്യോ ഭഗവാനെ. സർ, ഞാൻ ആരുടെ മുമ്പിലും കൈനീട്ടി നിന്നിട്ടില്ല സർ. ഞാൻ സാറിനോട് ആദ്യമായിട്ട് ചോദിക്കുക, ഒരിക്കലും എൻ്റെ അനുജനോട് ക്ഷമിച്ചൂടെ സാർ? അവന് നന്നാവാൻ വേണ്ടി ഒരു ചാൻസ് കൊടുക്കുക സാർ. ഇനി ഒരിക്കലും അവൻ ഇതുപോലെയുള്ള തെറ്റ് ചെയ്യില്ല സാർ. സർ, പ്ലീസ് സർ, എന്നെ വിശ്വസിക്കൂ സർ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്ലേറ്റ് എടുത്താൽ അവന്റെ ഫ്യൂച്ചർ നന്നായിരിക്കുമെന്നർത്ഥം. അവൻ വളർന്ന ശേഷം സ്ലേറ്റ് എടുത്താൽ അവന്റെ ഫ്യൂച്ചർ പാഴായി എന്നർത്ഥം. നിനക്ക് സ്റ്റേഷനുമായി നല്ല ബന്ധമുണ്ട് ശങ്കർ. ഞാനൊരു ലാസ്റ്റ് ചാൻസ് തരാം. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിന്റെ അനുജനെ വിളിച്ചോണ്ട് വാ. അത് സാറേ. എന്താ, ഞാൻ കൊന്നുകളയുമോ എന്നുള്ള പേടിയാണോ? ഡോണ്ട് വെറി. നീ നിന്റെ അനുജൻ വന്നിട്ട് ഇൻഫോം ചെയ്യും. അവനെ അറസ്റ്റ് ചെയ്ത് അവന് ചെറിയ ശിക്ഷ കിട്ടുന്ന പോലെ ഞാൻ നോക്കിക്കോളാം. ശരി സാറേ, ഞാൻ വരട്ടെ സാർ. സാറേ, അപ്പോ ഒണ്ടീനെ യോഗി, ഡിപ്പാർട്ട്മെന്റിലുള്ള നിനക്ക് ഇതുപോലെ അറിഞ്ഞൂടെ? പുലിയെ നമുക്ക് വേട്ടയാടണമെങ്കിൽ ഇടക്കിടക്ക് ശങ്കറിനെ പോലുള്ള മാനുകളെ നമ്മൾ ബലി നൽകിയേ പറ്റൂ. ചേട്ടാ, ചേട്ടാ, ഒണ്ടി ചിന്നനെ കൊന്നു ചേട്ടാ. വേദനിക്കുന്നു ചേട്ടാ, അവനെ വെറുതെ വിടരുത്.
സിറ്റിക്ക് പുറത്താണ് ഏട്ടാ. നീ വീട്ടിൽ വന്ന കാര്യം പോലീസ് മണത്തറിഞ്ഞു. ഞാൻ ലോയറിനോട് സംസാരിച്ച് ബെയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാൾക്ക് നിന്നോടൊന്ന് പറയണത്രേ. നീ സിറ്റിക്ക് വെളിയിലുള്ള മുണ്ടൻകുറ്റിയിലെത്തിക്കും. ബാക്കിയൊക്കെ നേരിട്ട്. ശരി ഏട്ടാ, ഞാൻ വരാം. നീ ഇല്ലാതെ ജീവിക്കാനുള്ള ശക്തി എനിക്കില്ല. എനിക്കുണ്ട്. ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിലേക്ക് തലയിട്ട് നീ വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. നല്ലൊരു ജീവിതം കിട്ടാന്ന് പറയുന്നത് മരുഭൂമിയിൽ വെള്ളം കിട്ടുന്നത് പോലെയാ. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിനക്കത് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. നീ ആയിട്ടത് നശിപ്പിക്കരുത്. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി മറ്റൊരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കണം. പോയി സന്തോഷമായിട്ട് നീ ജീവിക്കും. എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടൊന്നും എന്റെ ജീവിതം നന്നായിരിക്കുന്നു മാത്രം നീ കരുതണ്ട. ഞാൻ ഏതൊരു സാഹചര്യത്തിലും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? എന്നാ ഇനി അങ്ങോട്ട് ഇതൊന്നും ഉണ്ടാവാതെ ഞാൻ നിന്നെ നോക്കിക്കോളാം. എന്നെ വിശ്വസിക്ക്. ഇന്നലെ വരേക്കും എന്നെ എല്ലാവരും ഒരു തെമ്മാടിയായിട്ടാ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നൊരു കൊലപാതകയായിട്ടും ഒരു കൊലപാതകയോടൊപ്പം നിന്റെ പേര് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ കൊലപാതകർക്ക് വിരോധം വെറുപ്പും എല്ലാം ഉണ്ടാവും. പക്ഷെ നീ ഇപ്പൊ ചെയ്ത കൊലപാതകം കുട്ടി സരോയോടുള്ള സ്നേഹം കാണുന്നുണ്ട്. ആ സ്നേഹം മാത്രമാണ് എന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത്. ഈ സ്നേഹം നീ കണ്ടില്ലെന്ന് നടിക്കരുത്. പാറു, നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ദയവേത് എന്നെ മറന്നേക്ക്. I love you, Auntie. I love you. പാറു, ഞാൻ എൻ്റെ ചേട്ടനോട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ പോവാ. പോയിട്ട് വരാം. ഓണ്ടി, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. എന്താടാ, ലോയർ ഇനിയും വന്നില്ലേ? ഇനിയും വന്നില്ല. ഫോൺ ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് എത്തുന്ന പറഞ്ഞത്. അപ്പോഴത്തേക്കും നിനക്ക് വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ച് കുടിച്ചോണ്ടിരിക്കേ. എൻ്റെ ഏട്ടൻ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എന്തേടാ? ഒന്നുമില്ല. ദിവസവും കുടിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇന്നൊരു കാര്യമില്ലാതെ എനിക്കിതൊക്കെ വാങ്ങിച്ചിരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കും ടെൻഷനായി തുടങ്ങി. ഏയ്, അവിടെ ആരുമില്ലേ? ഓണ്ടി, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എൻ്റെ അനിയൻ ഇതുപോലൊരു കൊലപാതകയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലടാ. കൊലപാതകി? ഏട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ ഈ പുരാണ കഥയിലൊക്കെ ദൈവം രാക്ഷസന്മാരെ അവിടെ വെച്ച് കൊന്നു ഇവിടെ വെച്ച് കൊന്നു എന്നൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ടില്ലേ? അപ്പോ ദൈവം ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അത് സംഹാരം. അതേ മനുഷ്യൻ മറ്റൊരുത്തനെ സംഹരിച്ചു കഴിഞ്ഞാൽ അവൻ കൊലപാതകയാണോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഏട്ടാ? സരോ എനിക്ക് എൻ്റെ അനുജത്തിയായിരുന്നു. പാവം, അവള് എന്ത് ചെയ്തിട്ടാ അവളെ അണുവണുവായി പീഡിപ്പിച്ച അവന്മാര് കൊന്നു കളഞ്ഞത്? അവരെ ഞാൻ വെറുതെ വിടണമെന്നാണ് ചേട്ടൻ പറയുന്നത്? അങ്ങനെയുള്ളവരെ വെറുതെ വിട്ട അവളുടെ ആത്മാവിനോട് പൊറുക്കോ? ഏട്ടാ, കുട്ടിക്ക് അച്ഛനും അമ്മയും ചേട്ടനും അനിയനുമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള പാവങ്ങൾ എന്റെ കൺമുന്നിലിട്ട് അവര് കൊന്നു കളഞ്ഞത്. അതുപോലെയുള്ളവന്മാരെ വെറുതെ വിടണമെന്നാണ് ഏട്ടൻ പറയുന്നേ. അതുകൊണ്ട് തന്നെയാ ഓരോരുത്തരെയായിട്ട് മരിക്കുന്ന സമയത്ത് കുട്ടി എത്ര വേദനിച്ചെന്ന് ഏട്ടനറിയോ? അവന്റെ മരണസമയത്ത് ഉണ്ടി എനിക്ക് മരിക്കണ്ട, ജീവിക്കണമെന്ന് പറയുന്നത് അവന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു ഏട്ടാ. പറഞ്ഞു വരുമ്പോ അവർ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. പക്ഷെ ഒരു കാര്യം മാത്രം എന്റെ മരണം വരെ എന്റെ ഓർമ്മയിലുണ്ടാവും ഏട്ടാ. ഞാൻ ഏട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് ഏട്ടൻ സഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വേണ്ട, തിരിച്ചു പോകാന്ന് ചേട്ടനും അമ്മയും എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏട്ടാ, പക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം അവസാനിപ്പിക്കുമ്പോ ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങാണ്. ദൈവം ഒരു കാര്യം എടുത്തിട്ട് നമുക്ക് മറ്റൊരു കാര്യം തരുമെന്ന് പറയും. ദൈവം എന്നിൽ നിന്ന് സരോയെയും കുട്ടിയെയും എടുത്തു. പകരം പാറുവിനെ
നല്ല കുട്ടിയാണ് ഏട്ടാ. നമ്മുടെ കുടുംബത്തിന് ചേരുന്ന നല്ലൊരു കുട്ടി. ഏട്ടനോടും അമ്മയോടും ചോദിച്ചിട്ട് അവളെ വിവാഹം കഴിക്കാമെന്ന് കരുതിയിരിക്കുക. ഏട്ടൻ അതിനെ സമ്മതിക്കില്ലേ? ഹലോ ഹലോ സാറേ, കേൾക്കുന്നില്ല. ഹലോ സാറേ, ഒന്നും കേൾക്കുന്നില്ലെന്ന്. ഹലോ ഉണ്ടി, ലോയർ സാറാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. അകത്ത് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഞാൻ പുറത്തു പോയിട്ട് സംസാരിച്ചിട്ട് വരാം. നീ കുടിച്ചോണ്ടിരിക്കും. ഞാനിത് ഇപ്പൊ എത്തി. ശങ്കർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ സംതിങ് ഈസ് റോങ്. എന്താടാ അങ്ങനെ നോക്കുന്നേ? അടിക്കാൻ പറഞ്ഞത് തന്നെ തന്റെ ചേട്ടനാ. എവിടെയാടാ നിന്റെ അനിയൻ? അറിയില്ല സാർ, എന്നെ വിട്ടേക്ക് സാർ. എനിക്കൊന്നും അറിയില്ല. സത്യമായിട്ട് അവൻ എവിടെയാന്ന് എനിക്ക് അറിയില്ല സാർ. എന്നെ വിട്ടേക്ക് സാറേ. കാല് പിടിച്ച് പറയോ സാറേ? എനിക്കറിയില്ല സാറേ. നിന്റെ അനിയൻ എവിടെയാന്ന് നിനക്ക് സത്യമായിട്ട് അറിയില്ലല്ലേ? അതെ സാറേ. എല്ലാവരും നോക്കുന്നുണ്ട് സാറേ. അയ്യോ, ഞാൻ എന്താ ചെയ്യാ? വേണ്ട സാറേ, വേണ്ട സാറേ, എന്നെ വിട്ടേക്ക് സാറേ. അയ്യോ, അടിക്കരുത് മോനെ, എന്റെ കുഞ്ഞിനെ അടിക്കരുത്. എന്നെ രക്ഷിക്കമ്മേ. എന്റെ മോനെ മോനെ, എന്തൊരു ക്രൂരതയായത്! എന്താ മോനെ ഇത്? വേണ്ട. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നിന്റെ അനിയൻ എവിടെയുണ്ടെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ പുല്ലേ നിന്റെ അമ്മയുടെ അവസ്ഥയായിരിക്കും നിനക്കും. വണ്ടി എടുക്കടാ, പോ. അയ്യോ, അമ്മ കണ്ണു തുറക്കമ്മേ. അമ്മ 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 എനിക്കിതുപോലത്തെ അനിയനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊന്നിട്ട് ജയിലിലേക്ക് പോയേനെ. പാവം, നമ്മുടെ ശങ്കരേട്ടൻ ഈ സ്ഥിതി വരണ്ടായിരുന്നു. എത്ര നല്ലൊരു ഏട്ടനാ ഇത്ര മോശമായ ഒരു അനിയനെ കിട്ടിയത്. പാവമാണ് ആ ശങ്കർ. അവന്റെ അനിയനെ കാരണം അവന്റെ അമ്മയെ അവന് നഷ്ടപ്പെട്ടു. ഇത്രയും കാലം അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മര്യാദയും ഗൗരവവും അവൻ നഷ്ടപ്പെട്ടു.
അച്ഛനമ്മമാരും. നീ ചേട്ടൻ്റെ കൂടെ ഉണ്ടാവണം. ചേട്ടൻ പറയുന്നത് കേൾക്കണം. ഏട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളപ്പോ സ്വന്തം ഏട്ടൻ തന്നെ അനിയന്റെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാല് പിന്നെ ഞാൻ ആരെ ഏട്ടാ വിശ്വസിക്കുക? ഏട്ടാ, ഇത് ഏട്ടൻ രക്ഷിച്ച ജീവനാ. ഒരേ ഒരു വാക്ക് ഒണ്ടി നിന്റെ ജീവൻ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കില് കണ്ണടച്ച് ഞാനങ്ങ് തന്നാനെ. അതൊന്നുമല്ലാതെ കൊല്ലാൻ വന്നുവല്ലേ? എന്നോട് ക്ഷമിക്കണം ഉണ്ടി. അമ്മയുടെ മരണത്തിന് നീയാണ് കാരണം. എന്റെ മാനവും മര്യാദയും പോവാനും നീയാണ് കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അമ്മയെ കത്തിക്കുമ്പോ പോലും നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോഴും ഒണ്ടി നീ ജീവിക്കണോടാ? എടാ നീ ജീവിക്കണം. എടാ ഒണ്ടി എഴുന്നേക്കടാ ഒണ്ടി. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടാൽ ഏതൊരു രാമനും രാവണനായി മാറുമെന്നതിന് നീ ഒരു ഉദാഹരണമാണ് ശങ്കർ. കാണാം, നിന്റെ അനുജൻ നിന്നെ പോലെ സെന്റിമെന്റൽ ആകുന്നു, അല്ലെങ്കിൽ കുറ്റം സമ്മതിച്ച് സെൻട്രൽ ജയിലിലേക്ക് പോകുന്നു. എല്ലാം അവന്റെ കയ്യിലാണുള്ളത്. ഹലോ ഹലോ, ആ പറയേ, ഏത് ഹോസ്പിറ്റലാ? അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അവന്റെ ശവം അടക്കാനുള്ള കുഴി വെട്ടിക്കോ. അണ്ടകടാഹമുടച്ചു തകർത്തു വരും പരശൂരഭയങ്കരനെ, ഉഗ്രപദങ്ങളിൽ ഭീതി വിതച്ചു വരും ജയശത്രു വിനാശകനെ. അണ്ടകടാഹമുടച്ചു തകർത്തു വരും പരശൂരഭയങ്കരനെ, ഉഗ്രപദങ്ങളിൽ ഭീതി വിതച്ചു വരൂ ജയശത്രു വിനാശകനെ. ശ്രീരുദ്രനായി നീ വാ, താണ്ഡവമാടാൻ വാ, ഉടലടരാടാൻ വാ, ബ്രഹ്മം തിരയും നാഥ.
തെറ്റിന് മേലെ തെറ്റാ ചെയ്യുന്നത്. അവന് വിട്ടേക്ക്. നടു റൂട്ടിൽ വെച്ച് എന്റെ ഏട്ടനെ അപമാനിച്ചവനെ വെറുതെ വിടാൻ പറ്റോ എനിക്ക്? ഒരു തെറ്റും ചെയ്യാത്ത പാവം എന്റെ അമ്മയുടെ ജീവൻ എടുത്തവനല്ലേ നീ? ഇവനെയാണോ സാറ് വെറുതെ വിടാൻ പറയുന്നേ? Oh